ലോകയുടെ സക്സസ് എനിക്ക് കേരളത്തിൽ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. പടം ഹിറ്റാണ് എന്നൊരു ധാരണയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മളിവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് പോയി. കേരളത്തിൽ എന്താ സംഭവിക്കണെന്ന് ഒരു ഐഡിയ ഇല്ല നമുക്ക്. ഞാൻ പെറ്റൊക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ ബിബിൻ പെരുമ്പള്ളിയായിട്ട് പറ്റി വെച്ചിട്ടുണ്ട്, പ്രൊഡ്യൂസർ ജോബായിട്ട് പറ്റി വെച്ചിട്ടുണ്ട്, ദുൽഖറായിട്ട് പറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ നസ്ലിനേക്കാൾ കല്യാണിനേക്കാളൊക്കെ കൂടുതൽ പൈസ എനിക്കായിരിക്കും കിട്ടുന്ന ചിലപ്പോൾ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അരുൺ കുര്യനും ചന്തു ഉണ്ടെങ്കിൽ പടം ഇൻഡസ്ട്രി ആണെന്നുള്ള സാധനം ഞാൻ അപ്പോഴേ പറഞ്ഞോണ്ടിരുന്നു. നസ്ലിനാണെങ്കിൽ ട്രോള് അതും ഇതൊക്കെ ആയിട്ട് അവന്റെ ട്രോള് വരേണ്ട ഒരു ആവശ്യമില്ല. അവരൊരു മോശം പടം പോലും ചെയ്തിട്ടില്ല. വൈഡിയർ കുട്ടിച്ചതിന് ശേഷം എക്സൈറ്റ് ചെയ്യിച്ച സിനിമകളിൽ ഒന്നാണ് ലോക. ഡൊമിനിക് ചേട്ടൻ ഭയങ്കരമായിട്ട് വലിയൊരു അല്ല, പുള്ളിക്ക് അത് ഭയങ്കര ഫീൽ ആയത്. അച്ഛൻ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ട് ചില ആൾക്കാർ ഭൂമിക്കും. അതാണ് വേറൊരു പേടി. അച്ഛൻ ദരിദ്രനായിരുന്നപ്പോൾ എവിടെയാണ് താമസിച്ചിരുന്നത്, അവിടെയാണ് ഞാൻ ജനിച്ചത്. അപ്പൊ ഞാൻ വളർന്നു വന്ന രീതികളൊക്കെ എനിക്ക് അറിയാം, എങ്ങനെയായിരുന്നു അപ്പൊ ജീവിച്ചിരുന്നത്, അടുത്ത സ്റ്റേജ്. അങ്ങനെ ആ അച്ഛന്റെ വളർച്ച എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്റെ ചെറുപ്പത്തില് ഒരുപാട് ലുക്ക് ബേസ്ഡ് കളിയാക്കലുകൾ ഏറ്റിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞാനൊരു ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്തു, എനിക്ക് ദുൽഖറിന്റെ നമ്പർ ഒന്നുമില്ല. അത് ദുൽഖർ കേട്ടു, ആ ഇന്റർവ്യൂ ദുൽഖർ കണ്ടിട്ട് ദുൽഖർ എന്റെ അടുത്ത് വന്നിട്ട് നിന്റെ അടുത്ത് എനിക്ക് കാര്യം സംസാരിക്കാൻ കേട്ടോ, നീ എന്താ എന്നെ വിളിക്കാത്തത്, എനിക്ക് നിന്റെ അടുത്ത് തന്നെ നമ്പർ ഇല്ലാത്തെന്ന് ചോദിച്ചു. ഇത്ര വലിയ കുറെ പ്രശ്നങ്ങൾ അതൊക്കെ ആണെന്ന് അതിന് ശേഷം എന്റെ അടുത്ത് ഒരു ദിവസം ചോദിച്ചായിരുന്നു, നീ ഓക്കെ ആണോന്ന് ചോദിച്ചായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയി പോയി ആ സമയത്ത്. കാരണം എന്റെ അടുത്ത് ഒരാള് ഓക്കെ ആണോന്ന് ചോദിച്ചിട്ട് കുറെ നാളായി. അയാള് ഒരു സിനിമ ചെയ്യാൻ പോകുന്നു, അതൊരു മെയിൻ റീസൺ ആണ്. അയാളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷൈജു ഖാലിദ്, മാധവൻ, വിവേക് ഹർഷൻ. ചന്തു സലിം കുമാറാണ് ക്യൂ സ്റ്റുഡിയോയില്. ചന്തു, സ്വാഗതം. ലോകയുടെ ഗ്രാൻഡ് സക്സസ് ആയിട്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ ലാംഗ്വേജിലും. ഞാൻ ചന്തുവിന്റെ തിയേറ്ററിൽ നിന്നാണ് നമ്മൾ കൂടുതലായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ ലോകയുടെ കാര്യത്തില് ചന്തു ഒരു പടത്തിന്റെ പ്രിവ്യൂ കാണാൻ പോയപ്പോ കിട്ടിയ ഒരു ബ്രേക്കിലാണ് ഈ സിനിമ ഉണ്ടായതായിട്ടുണ്ട്. ഈ സിനിമയിലേക്കുള്ള എനിക്കൊന്ന് കാസ്റ്റിംഗ് സംഭവിച്ചത് അത് പറഞ്ഞു തുടങ്ങാം. അതെ, അത് ഞാൻ ആക്ച്വലി അത് സിനിമ കാണാൻ വേണ്ടി പോയതല്ല. ഞാൻ മാരി സെൽവനെ കാണാം, അയാളോട് ചാൻസ് ചോദിക്കാം. മാരി സെൽവനെ കാണാം, പുള്ളിയോട് ചാൻസ് ചോദിക്കാന്ന് വെച്ചിട്ട് പോയതാണ്. അപ്പോ കൂട്ടത്തിൽ പടവും കാണാം, ഫ്രീ ആയിട്ട് പടം കാണാം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ മെയിൻ ആയിട്ട് പോയത്. അപ്പോഴാണ് അവിടെ വെച്ചാണ് കാണുന്നതും. പുള്ളി എന്നെ എന്താ, ഞാൻ കുറച്ച് ജാടയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് പുള്ളി എന്നെ മൈൻഡ് ചെയ്യാതിരിക്കുകയും, ആദ്യം ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല. ഇയാൾ എന്താണ് ഇത്ര ഇങ്ങനെ ജാടിയിട്ടിരിക്കണം എന്താന്ന് ഞാനും വിചാരിച്ചു. സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ്, അതായത് എനിക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഇയാളെ മൈൻഡ് ചെയ്യാതെ പറ്റില്ല. പരിചയമുണ്ട്, മഞ്ഞുമല്ല് വിവേകയുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ പരിചയമുണ്ട്. പിന്നെ ചിതുവായിട്ടൊരു പടം അനൗൺസ് ചെയ്തായിരുന്നു വിവേക്, അങ്ങനെ ഒരു പരിചയമുണ്ട്. അപ്പോ ഞാൻ പുള്ളിയെ കണ്ടപ്പോഴും ഞാൻ ഇനിയിപ്പോ എന്തായാലും പോകുമ്പോ മുന്നോട്ട് പോയാൽ മൈൻഡ് ചെയ്യണം. അപ്പൊ ഞാൻ വിവേകേട്ട കൈ അടിച്ചു, വിവേകേട്ടൻ നിനക്ക് എന്നെ മനസ്സിലായോ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ഞാനല്ല, എനിക്കറിയാലോ നമ്മള് പരിചയക്കാരാണല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പുള്ളി ഹായ് ബൈ പറഞ്ഞ അപ്പൊ അവിടെ നിന്ന് പോന്നു. പിന്നെ എനിക്ക് പിറ്റേ ദിവസമാണ് എനിക്ക് കോള് വരുന്നത്, ഇങ്ങനെ ഒരു പടം കൊണ്ട് പെട്ടെന്ന് കഥ കേൾക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കേൾക്കാം എന്നുള്ള രീതി പറഞ്ഞു. കാരണം ഞാൻ അന്ന് പൈങ്കിളിയുടെ എന്തൊരു പരിപാടി കഴിഞ്ഞിട്ട് കൊടൈക്കനാൽ എന്തൊരു ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമായിരുന്നു. അപ്പൊ 2 ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എത്തിയുള്ളൂ. ഞാൻ ജിത്തുചേട്ടന്റെ വീട്ടിലിരിക്കുമ്പോഴാണ് എനിക്ക് കോള് വരുന്നത്. ജിത്തുചേട്ടൻ പറഞ്ഞു ഇന്നിപ്പൊ പോകണ്ട, സജിൻ ചേട്ടൻ ജിത്തുചേട്ടൻ ഉണ്ടായിരുന്നു, ഇപ്പൊ പോകണ്ട, കാരണം നീ ഉറങ്ങിയിട്ടില്ല, ഇത് ലോകത്തിലെ എന്ത് കഥ കേട്ടാലും നിനക്ക് വിഷമാകാൻ കൊള്ളാന്ന് പറഞ്ഞു. ഞാൻ അത് അവരെ വിളിച്ച് പറഞ്ഞു. അപ്പം പറഞ്ഞു പറ്റില്ല, ഇന്ന് തന്നെ കേൾക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്നാ കേൾക്കാം എന്നുള്ള രീതിയിലും ചെന്ന് കഴിഞ്ഞിട്ട് കഥ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു എന്താ, അതായത് നിമിഷം ഡൊമിനിക്കേട്ടനും അവരുടെ ജഡ്ജ്മെന്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഈ കഥ ഇങ്ങനെ മുഴിച്ചിരുന്ന് കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാൻ തമാശക്കൊന്നും ചിരിക്കുന്നില്ല. എന്നെ കൊണ്ട് പറ്റാത്തോണ്ടാണ് തമാശക്കൊന്നും ചിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇതെല്ലാം ഇങ്ങനെ മനസ്സിൽ ചിരിക്കുന്നുണ്ട്, പക്ഷെ ഉറക്കക്ഷീണം കാരണം എനിക്കിത് പുറത്തോട്ട് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവരും കേട്ടപ്പോ ഞാൻ ആക്ച്വലി ഞാൻ എക്സൈറ്റഡാ, കാരണം ഞാൻ ഉറങ്ങുന്നില്ല ഇതുവരെ, കഥ കേട്ടിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് വർക്കാണ്, പടം വർക്കാണെന്നുള്ള എനിക്ക് മനസ്സിലായി. കാരണം ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഉറങ്ങാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് അടിപൊളി സ്ക്രിപ്റ്റ് ആണെന്നുള്ള എനിക്ക് മനസ്സിലായി.
പക്ഷെ അവർക്കൊരു ചെറിയ കൺഫ്യൂഷൻ, കാരണം ഈ കോമഡി ഒന്നും വർക്ക് ആവുന്നില്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അവർക്ക്. അതെന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇങ്ങനെ നിമിഷ്. പിന്നെ കമ്പനി ആയതിനു ശേഷം എടാ നീ ചിരിക്കാതെ ഞങ്ങൾ വിചാരിച്ചു കോമഡി ഒന്നും വർക്ക് ആവുള്ളാന്ന് വിചാരിച്ചു പറഞ്ഞു. അപ്പോഴാണ് ഞാനത് പറയുന്നത് നിമിഷിന്റെ അടുത്ത്. ശരിക്കും ഞാൻ മാരീസിലൊരാളെ കാണാൻ പോയി, പുള്ളി എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. ഭയങ്കര ക്രൗഡായിരുന്നു. പുള്ളിയെ കവർ ചെയ്തു. ഒരു മീഡിയയിലെ ഒരു ചേച്ചി പുള്ളിക്കാരൻ്റെ അടുത്ത് എന്തോ ഒക്കെ ചോദിച്ചു, പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പുള്ളി അവിടെ നിന്ന് പോയി. ഞാനവിടെ ചെന്നത് വെറുതെ പോയി, പുള്ളിനെ കാണാനും പറ്റിയില്ല. ലാലങ്ങൾ ഉണ്ടായിരുന്നു, പുള്ളി സംസാരിച്ചു ഞങ്ങള്. ഞാൻ അങ്ങനെ കാണാൻ ഒരാളെ കാണാൻ പോയിട്ട് അത് നടക്കാതെ വേറൊരു സിനിമയിലേക്ക്, വേറൊരു ഗംഭീര സിനിമയിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്യപ്പെടുകയും, അതെനിക്കൊരു, അതായത് എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് എവിടെയിലേക്ക് എത്തും എന്നുള്ളൊരു സാധനമാണ്. അപ്പൊ അതാണ് ലോകയിൽ കാസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ഇത്. ഇപ്പൊ ലോകയുടെ പോസ്റ്റ് റിലീസ് എനിക്ക് തോന്നുന്നത് ഉറപ്പായും ഒരു സിനിമയുടെ സക്സസ്. കാരണം സിനിമ കണ്ട് വളർന്ന സിനിമ ലൊക്കേഷനിലൊക്കെ അച്ഛൻ്റെ കൂടെ പോയിട്ടുള്ള ഒരാളാണ് സലീം കുമാർ എന്ന് പറയുന്ന മലയാളത്തിലെ തന്നെ ഒരു ലെജൻഡറി ആക്ടറുടെ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എന്നാൽ പോലും സ്വന്തമായിട്ട് അഭിനയിച്ച ഒരു സിനിമയുടെ ഗ്രാൻഡ് സക്സസ്, അതിന്റെ സെലിബ്രേഷൻ വരുന്നു. എല്ലാവും ദിവസവും നമ്മുടെ അഭിനയത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും പ്രൈസ് ചെയ്തിട്ടുള്ള പോസ്റ്റുകളും കോളുകളൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ. അപ്പം മഞ്ഞുമല്ലിന് ശേഷം ഇങ്ങനെ ഒരു ഗ്രാൻഡ് സെലിബ്രേഷൻ ആണല്ലോ വരുന്നത്. നെക്സ്റ്റ് ഇൻഡസ്ട്രി ഹിറ്റിന്റെ പ്രധാനപ്പെട്ട പാർട്ടാവുന്നു എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഗുഹയുണ്ട്, മറ്റേ അവിടെയും ഗുഹയാണ്, ഇവിടെയും ഗുഹയുണ്ട്, വവ്വാലുണ്ട്, അപ്പൊ അരുൺ കുര്യനുണ്ട്. എന്താ ശരിക്കും ഇതിന്റെ ഒരു സക്സസിനൊപ്പം ട്രാവൽ ചെയ്യുമ്പോൾ? നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അവിടെ തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നേരെ ലാൻഡ് ചെയ്യുന്നത് തെലുങ്കിലേക്കാണ്. എന്താ ഈ ഒരു സിനിമയുടെ സക്സസിന് ശേഷമുള്ള ഒരു ട്രാവല്, അത് എത്രത്തോളം ഹൈ കിട്ടുന്ന സംഗതിയാണ്? അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, അതായത് കേരളത്തിൽ എനിക്ക് ശരിക്കും ലോകയുടെ സക്സസ് എനിക്ക് കേരളത്തിൽ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ അന്ന് പടം ഹിറ്റാണ് എന്നൊരു ധാരണയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് ദുബായി പോയി. അപ്പൊ കേരളത്തിൽ എന്താ സംഭവിക്കണെന്ന് ഒരു ഐഡിയ ഇല്ല നമുക്ക്. ദുബായിൽ നിന്ന് നേരെ ഹൈദരാബാദ്, ചെന്നൈ, അങ്ങനെ പോയി. കേരളത്തിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിന്റെ ഇടയ്ക്ക്. അപ്പോ കേരള ഇത് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്ന സംഭവം നമുക്കൊന്നും ഒരു ഐഡിയ ഇല്ല, എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഒന്നുമില്ല. നമ്മൾ നേരെ ചെല്ലുന്നത് ദുബായിലാണ്. ദുബായിൽ ചെല്ലുമ്പോൾ അവിടെ മലയാളികളാണല്ലോ ഭൂരിഭാഗം സിനിമ കാണുന്നത്, മലയാളികളായിരിക്കുമല്ലോ. അല്ലാണ്ട് അവിടെ പുറത്തുള്ളവർ എനിക്ക് അത് കാണുമെന്ന് തോന്നുന്നില്ല. അപ്പോ ഈ അവിടെ ചെന്നപ്പോ അവിടുത്തെ ഒരു ഇത് വെച്ചിട്ട് നമുക്കൊരു ഐഡിയ കിട്ടി, ഇങ്ങനെയൊക്കെ ആയിരിക്കും കേരളത്തിലും എന്നുള്ളൊരു സാധനം കിട്ടി. കാരണം അവിടെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ദുബായില്. ഈ GCCയിലും ഭയങ്കരമായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഭയങ്കര എല്ലാവരും, അതായത് നമ്മൾ ചെന്നിറങ്ങി, അതായത് ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും ഭൂരിഭാഗം ആൾക്കാരും സിനിമ കണ്ടിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഒരുപാട് പേര് സിനിമ കണ്ടിട്ടുണ്ട്. നമ്മളെ കാണുന്നവര്, വഴിയിലേക്ക് വെച്ച് കാണുന്ന ആൾക്കാർ സിനിമ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ വന്നിട്ട് പെർഫ്യൂം കൂടെ തരുന്നു, സിനിമ കണ്ടുകിട്ടോ അതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പെർഫ്യൂം കൂടെ തരുന്ന സമയത്തെ നമുക്കത് മനസ്സിലാവുന്നില്ല. കാരണം ഡൊമിനിക്കേറ്ററാണെങ്കിലും എനിക്കാണെങ്കിലും ഞങ്ങളവിടെ നസ്രീനാണെങ്കിൽ പോലും നമുക്ക് ഒരു ധാരണ കിട്ടണമെങ്കിൽ നമ്മൾ പോയതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇവിടെ കേരളത്തിൽ. ഈ തെലുങ്കിലേക്കൊക്കെ ചെല്ലുമ്പോ, തെലുങ്കിലേക്ക് അവിടെ ചെന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെ. അവിടെ കൊത്തലോക എന്നാണ് പേര്. കൊത്തലോക ആക്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ അടുത്ത് ആൾക്കാർ വരുമ്പോഴും നമുക്കിത് ആക്ച്വലി എന്താണ്, നമ്മൾ ഇത്ര ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് ഇങ്ങനെ ഒരു എന്നുള്ളത് നമുക്ക് അപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആക്ച്വലി നമുക്ക് അതായത് ഒരാഗ്രഹം ലൈക് പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയുന്നത് ആ വാക്കല്ല ഉപയോഗിക്കുന്നത്, ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചു ഇത് ഇങ്ങനെ ആവും എന്നുള്ളത്, ആഗ്രഹിച്ചിരുന്നു. നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ആവണമെന്ന്. ഞാൻ ബെറ്റൊക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ ബിബിൻ പെരുമ്പള്ളിയായിട്ട് പറ്റി വെച്ചിട്ടുണ്ട്, പ്രൊഡ്യൂസർ ജോബായിട്ട് പറ്റി വെച്ചിട്ടുണ്ട്, ദുൽഖറായിട്ട് പറ്റി വെച്ചിട്ടുണ്ട്, നിമിഷ് രവിയായിട്ട് പറ്റി വെച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ നിന്നല്ല, അവരുടെ കയ്യിൽ നിന്നാണ് എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്, തിരിച്ചിങ്ങോട്ടാ കിട്ടുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ നസ്ലിനേക്കാൾ കല്യാണിനേക്കാളൊക്കെ കൂടുതൽ പൈസ എനിക്കായിരിക്കും കിട്ടുന്നത് ചിലപ്പോൾ പടത്തിൽ അഭിനയിച്ചുകൊണ്ട്. കാരണം ബെറ്റുകൾ ഒരുപാട് വെച്ചിട്ടുണ്ട്. കാരണം എന്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ബെറ്റിന് തരേണ്ടി വരുക. അപ്പൊ എന്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മഞ്ഞുമല്ലിൽ ഇത് കണ്ടതാ, ഒരു സക്സസ് കണ്ടതാ. അപ്പൊ എനിക്ക് ആ ഒരു, അതായത് നമ്മൾ ചില സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചില കാര്യങ്ങൾ. അതായത് നമുക്കൊരു മൊമെന്റിൽ അതാണ് നമുക്ക് മഞ്ഞുമല്ല. എനിക്ക് ആ മൊമെന്റ് ഫീൽ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഗുഹ ഷൂട്ട് ചെയ്ത് ലാസ്റ്റ് ഗുഹയിലെ മറ്റേ ക്ലൈമാക്സിൽ മറ്റേ
ഇത് വരുന്നത്. അവിടെയാണ് എനിക്ക് അത് ഞങ്ങളൊരു 3-4 തവണ ടിവിയിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കണ്ട് ചിതു ഇത് നമ്മൾ ഇട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഏതൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഡ്യൂണിന്റെ എന്തായിരുന്നു തോന്നുന്നു ഇട്ടിട്ട് നമ്മൾ കണ്ടപ്പോ നമുക്ക് തോന്നി ഇത് ഗംഭീര ഒരു എൻഡാണ് പടത്തിന്റെ. അപ്പൊ നമുക്കൊരു ഭയങ്കര ഒരു കോൺഫിഡൻസ് വന്നു. അതായിരുന്നു മഞ്ഞുമല്ല ആ മൊമെന്റ്. ലോകയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകയിൽ നമ്മള് ബിസിനസ് കട്ട് ഉണ്ടായിരുന്നു. ലോക ഞാൻ ഭയങ്കര ഫണ്ണായിട്ട് ഷൂട്ട് ചെയ്ത പടം. ഒന്നിനെ പറ്റി, അതായത് വേറൊന്നിനെ പറ്റി ചിന്തിക്കുന്നില്ല. എന്താ എന്ത് ഷോട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ പോയി നോക്കും എന്താ ചെയ്യുന്നത്. അത് നമ്മുടെ ഡയറക്ഷൻ സൈഡിൽ വെറുതെ പോയിട്ട് എന്തൊക്കെ ചെയ്യുന്നെന്നുള്ള അറിയാനുള്ള ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കും. പക്ഷെ ഇവിടെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസ്ലിനുണ്ട്, കുര്യനുണ്ട്, കല്യാണി, എല്ലാവരും ഉണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് ഒരു ശ്രദ്ധയെ പോകുന്നില്ല. നമ്മൾ മഞ്ഞുമല്ല പോലെ അതിന്റെ ടോട്ടൽ പ്രോസസ്സിനേക്കാളും ആംബിയൻസ് ആണ്. ആംബിയൻസ് നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഒരു ശ്രദ്ധയില്ലാത്തൊരു ഇതായിരുന്നു. അപ്പൊ എനിക്ക് വലിയ ധാരണയില്ല ഇവരെന്താ ഷൂട്ട് ചെയ്തെന്നുള്ളത്. ഇവര് നിമിഷം ഡൊമിനിക്കാണോ നന്നായിട്ട് ഷൂട്ട് ചെയ്യുമെന്ന് അറിയാം. പക്ഷെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള, അതായത് കട്ട് കാണല് കുറവായിരുന്നു ഞാൻ. മഞ്ഞുമല്ല നമ്മളെപ്പോഴും രാത്രി ഞാൻ ഉണ്ടാവും, അപ്പൊ എപ്പോഴും ചിതുവിന്റെ കൂടെ ഉണ്ടാവും എപ്പോഴും. അപ്പൊ ഞങ്ങള് ഡെയിലി ഇരുന്നിട്ട് നമ്മൾ എടുത്ത് കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല, ആ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിരുന്നില്ല. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. ബിസിനസ് കട്ട് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇവരെന്താ ഉദ്ദേശിച്ചെന്നുള്ളത്. സ്റ്റോറി വേൾഡിൽ അതെ, സ്റ്റോറി വേൾഡിൽ ഇന്നായത് മാത്രമല്ല, എനിക്ക് ഇവർ എടുത്തു വെച്ചിരിക്കുന്നത് ഇവർക്കൊരു വ്യക്തമായ ധാരണ, ഔട്ട് എങ്ങനെ വരും എന്നുള്ള ധാരണ ഇവർക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഈ പടത്തില് കുറെ ട്രാൻസിഷൻസ് ഉണ്ടല്ലോ, അത് ആക്ച്വലി സ്ക്രിപ്റ്റിലുള്ള ട്രാൻസിഷനാ, അല്ലാതെ അത് സ്പോട്ട് ഓൺ ട്രാൻസിഷൻ ഒന്നും അല്ല. സ്പോട്ടിൽ തോന്നിയിട്ട് സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് ഉപ്പ് വീട് നേരെ നക്ഷത്രത്തിലേക്ക് പോകുന്നു എന്നുള്ളത്. പിന്നെ മറ്റേ ഗ്ലാസ്സിലും ഗ്ലാസ്സിലേക്ക് പോകുന്ന എല്ലാം സ്ക്രിപ്റ്റിലുണ്ട്. ഇത് ഡൊമിനിക്കേട്ടർ ആക്ച്വലി ഇത് എല്ലാം പ്ലാൻഡ് ആണ്. ഇന്റർകട്ട് ഇന്റർവെല് മാത്രമാണ് തോന്നുന്നു എഡിറ്റിംഗിൽ അതാണ് എഡിറ്റിംഗിൽ ഇംപ്രവൈസ് ചെയ്തതെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം സ്ക്രിപ്റ്റ് വൈസ് ആ പോകുന്നത്. പിന്നെ എനിക്ക് ആ പോർഷനില്ലേ, ഈ ഇന്റർവെൽ പോർഷൻ, രണ്ടിറ വരുന്നല്ല, മറ്റേ ചന്ദ്രയുടെ ഇറ ഉണ്ട്. അത് ഭയങ്കര വെൽ റിട്ടൺ ആണ് സ്ക്രിപ്റ്റില്. അത് വൺ ഓഫ് ദി ബെസ്റ്റ് ഞാൻ വായിച്ചിരിക്കുന്ന സ്ക്രിപ്റ്റുകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മൊമെന്റും തോന്നിയ എനിക്ക് അതാണ്. കാരണം ഭയങ്കര വെൽ റിട്ടൺ ആണ് ആ ഒരു സീക്വൻസ്. അപ്പൊ അത് അത് എന്റെ ഒരു മറ്റൊരു ഹൈ ആയിരുന്നു. ലൈക്ക് അത് ഞാൻ ഒറ്റ സീനായിട്ട് വായിച്ചു, ഇന്റർകട്ടായിട്ടല്ല വായിച്ചിരിക്കുന്നത്, അത് ഒറ്റ സീനായിട്ട് വായിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു. അത് ഈ പടത്തിൽ ഒരു വലിയൊരു മൊമെന്റ് ആയിരിക്കും എന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഇങ്ങനെ വന്നപ്പോ ഇതിന് ഇമ്പാക്ട് കൂടി. ഞാനും നസ്ലിലും ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് ഇതിനെ പറ്റി അറിയില്ല. തിയേറ്ററിൽ കണ്ടപ്പോൾ നമ്മള് ഇതിങ്ങനെ ആയിരുന്നു എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് അപ്പോഴുണ്ടായിരുന്നു. അപ്പൊ ഈ അന്ന് എനിക്ക് ആ ബിസിനസ് കട്ട് കണ്ടപ്പോഴേ എനിക്കൊരു ഡൗട്ട് അടിച്ചു, ഇതും വലിയൊരു പടമായിരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ അടിച്ചു വിട്ടുകൊണ്ടിരുന്നു. ഇങ്ങനെ അരുൺ കുര്യനും ചന്തു ഉണ്ടെങ്കിൽ പടം ഇൻഡസ്ട്രി ആണെന്നുള്ള സാധനം ഞാൻ അപ്പോഴേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. നിമിഷം ഇടയ്ക്ക് എന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ എപ്പോഴും തള്ളരുതിട്ടോ, വെറുതെ നീക്കിട്ട് ഞക്കാരി ചീത്തകളെന്ന് പറഞ്ഞു. അങ്ങനെ നിമിഷമായിട്ട് ഞാൻ ബെറ്റ് വെച്ചു ഇത്ര, അത് എന്താ ബെറ്റെന്ന് ഞാൻ പറയുന്നില്ല, ഇതിങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 1 ലക്ഷം വരുമെന്ന് പറഞ്ഞു. അപ്പൊ ബിപിൻ പെരുമ്പള്ളി ഉണ്ട്, ചന്തു അത് നടക്കലടാ, അങ്ങനെ സംഭവിക്കൊന്നുമില്ല. അത് പിന്നെ എനിക്കറിയത്തില്ല മലയാള സിനിമ അതേ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് 15 ലക്ഷം വരുമെന്ന് പറഞ്ഞു. പെരുമ്പള്ളി നടക്കാൻ പോകുന്നില്ല, 15 ലക്ഷം രൂപ ഓക്കെ എന്ന് പറഞ്ഞു തന്നു. അപ്പൊ ഇപ്പോ പെരുമ്പള്ളി വിളിച്ചിട്ട് എന്റെ അടുത്ത് പറയുന്നത് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് തരാൻ പറ്റുമോ എന്നുള്ളതാണ്. ടോട്ടൽ എമൗണ്ടിൽ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് തരാൻ പറ്റുമോ എന്നുള്ള. കാരണം എനിക്കിത് വലിയ ധാരണയായിട്ട് പറ്റി വെച്ചൊന്നുമല്ല. ഇവരുടെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നുള്ളതൊന്നും എനിക്ക് വലിയ ധാരണ ഉണ്ടായിട്ട് ഞാൻ പ്രവചിച്ചൊന്നുമല്ല. ലൈക്ക് എന്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ പോണോന്നുള്ളത്, അങ്ങനെ പറ്റി വെച്ചതാ. അല്ലാതെ അങ്ങനെ ഞാൻ മറ്റേ ഭയങ്കര ക്രാന്തദർശി ആയതുകൊണ്ടൊന്നും അല്ല. അപ്പൊ ഈ ബെറ്റ് പരിപാടികളൊക്കെ അവര് ഇപ്പോഴാണ് എല്ലാവരും ലൈക്ക് റിയലൈസ് ചെയ്യുന്നത്, ലൈക്ക് വലിയൊരു സംഭവമാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് റിയലൈസ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഈ ബെറ്റ് കഥ ഇതാണ് പറയാനുള്ളത്. ബെറ്റ് ഇതിന്റെ ഇപ്പൊ ലോക്കയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ പറയല്ലോ ആളുകള് സെക്കൻഡ് വാച്ച് ചെയ്യുന്നു, റീവാച്ച്, അതിന്റെ ഒക്കെ ഒരു വലിയൊരു സെലിബ്രേഷനിലേക്ക് പോവാണ്. ഇപ്പൊ പേഴ്സണലി ഇപ്പം ചന്തു എനിക്ക് തോന്നുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് ആക്ടിങ് ഇതിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞ കുട്ടിക്കാലം, അച്ഛന്റെ കുട്ടിക്കാലം ചെയ്തിട്ട് ഈ സിനിമയില് വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ്, ക്രൂഷ്യൽ റോളാണ്
നമ്മൾക്ക് പറയുകയാണെങ്കിൽ ത്രൂ ഔട്ട് ഇതിന്റെ ജേർണിയിൽ ത്രൂ ഔട്ട് ഉണ്ട്. പിന്നെ ആ ക്യാരക്ടർ റെവലേഷനിലും അതിന്റെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ദിശ മാറ്റുന്ന പോയിന്റിലൊക്കെ നിർണായക ഇടപെടലുള്ളൊരു ക്യാരക്ടർ കൂടിയാണ്. അതിന് ക്യാരക്ടറിന്റെ ട്രേറ്റ്സ് ഉണ്ട്, സംഗതി ഉണ്ട് എന്നത്. ഈ ക്യാരക്ടറിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഒരു കോൺഫിഡൻസ് വന്നത്? ഓക്കെ, ഡൊമിനിക് ഇത് പ്രസന്റ് ചെയ്യുന്നു, ചന്തുവിന് ഇത് ചെയ്യാനുള്ളൊരു ഹൈ കിട്ടുന്നത് എങ്ങനെയാണ്? എനിക്ക് ആക്ച്വലി ഡൊമിനിക്കയുടെ കഥ പറയുമ്പോൾ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത് ക്ലൈമാക്സ് പോർഷനാണ്. അപ്പൊ എനിക്കറിയാം ക്ലൈമാക്സ് പോർഷൻ അത് എടുത്ത് ചെയ്യുമ്പോൾ ചിലപ്പോ ഞാനിനി ഉണ്ടാവില്ല അല്ലേ എന്നുള്ളൊരു സാധനം അതെനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അങ്ങനെ ഒരു റോള് ചെയ്യാൻ പറ്റുന്നത് ഞാനിതുവരെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന റോൾ ചെയ്തിട്ടില്ല. മനുഷ്യർ സാധാരണ ഒരാളായിട്ട് സാധാരണ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള റോള് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു റോള് എനിക്ക് എന്തുകൊണ്ട് ഡൊമിനിക്കേട്ടൻ തന്നു, എന്നെ വിശ്വസിച്ച് എന്തുകൊണ്ട് ഏൽപ്പിച്ചു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ ചോദിച്ചിട്ടില്ല അത്. കാരണം എനിക്ക് അപ്പോഴും ഡൗട്ട് ഉണ്ടായിരുന്നു, എന്തുകൊണ്ടായിരിക്കും ഇയാൾ എനിക്ക് ഇങ്ങനെ ഒരു റോള് തരുന്നതെന്നുള്ളത്. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു ഫേസ് ആയിരുന്നില്ല ആളുകൾക്ക് ആ സമയത്ത്. പിന്നെ ഒരുപാട് മറ്റേ ട്രോളും അതും ഇതും മറ്റു നെഗറ്റീവ് കമന്റ്സ് അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നത്, അതായത് എനിക്ക് ഇതിന്റെ ഒരു ഫൈനൽ പുറത്തേക്ക് പടം ഔട്ട് വന്നതിന് ശേഷം എന്റെ ഒരു ഇതായിരുന്നു, അത് ആഗ്രഹം എന്നല്ല, എന്താ പറയാ, ഇത് ഫൈനൽ ഔട്ട് വന്നതിന് ശേഷം ആൾക്കാര് ഈ സിനിമ മോശമാവാൻ കാരണം ഞാനായിരിക്കും എന്ന് പറയുന്നുള്ളൊരു എന്താ ഒരു ആദ്യം ഉണ്ടായിരുന്നു എനിക്ക്. അത് ഇത് ഇവൻ കാരണം ഡൗൺ ആയി പോയി പറയുന്ന അതെനിക്ക് ഉണ്ടായിരുന്നു, ആ ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഡയറക്ടർ പറയുന്നു, ക്യാമറമാൻ പറയുന്നു, ലേഡീസ് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, ദീപക് അങ്ങനെ കുറെ പേരൊക്കെ ഉണ്ട്, അവരൊക്കെ പടം കണ്ടിട്ട് വർക്കാണ് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്നെ അടുത്തറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് വർക്കായതായിരിക്കും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഡൊമിനിക്കേട്ടനെ ഞാൻ വരെ ക്ലോസ് ആണ്, ദീപക്കായിട്ട് ക്ലോസ് ആണ്, നിമിഷാണെങ്കിലും ക്ലോസ് ആണ്. അപ്പൊ അതായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് വർക്കായി, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് കേട്ടപ്പോ ആണ് എനിക്ക് സമാധാനമായത്. അതുവരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇത്രയും വലിയൊരു സിനിമ ഞാൻ കാരണം മോശമായി പോരുതല്ലോ എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. കാരണം അത് റിലീസിന് മുമ്പ് വരെ അങ്ങനെ ആയിരുന്നു ഒരു സംസാരം. എന്റെ തലവട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ വർക്കാവില്ല എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറുമ്പോ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. എനിക്ക് ലോക്കയുടെ കാര്യത്തിൽ അത് കുറേ ഇതുണ്ട്. ഇപ്പം കിങ് ഓഫ് കൊത്ത സത്യജിൽക്കറിന് ഏൽപ്പിച്ചൊരു വലിയ ക്ഷീണമാണ്. ഭയങ്കര ഒരു കമേഴ്സ്യൽ ഹിറ്റ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് ശരിക്കും മലയാളത്തിലെ ഒരു റിയൽ പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ് ദുൽഖർ. അങ്ങനെയുള്ള ഒരു ദുൽഖർ മലയാളത്തിൽ ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കൊത്തയുടെ ഒരു തിരിച്ചടി ഉണ്ട്. ഇപ്പം ഡൊമിനിക്കിന്റെ തരംഗം ഒരു കൈൻഡ് ഓഫ് ആ സമയത്ത് ഒരു ഭയങ്കര എക്സ്പെരിമെന്റൽ സ്വഭാവമുള്ള സിനിമയായിരുന്നു. പക്ഷെ അത് തിയേറ്ററിൽ റിജക്ട് ചെയ്യപ്പെട്ടു. അത് ഈ പറയുന്ന ഇത്രയും വലിയൊരു ഇടവേളയിലേക്ക് ഡൊമിനിക്കിനെ എത്തിച്ചു. അപ്പൊ എനിക്കൊന്നും ഒരുപാട് പേർക്ക് അതൊരു ഇതൊരു ആഗ്രഹിച്ച തിരിച്ചുവരവാണ്. അത് ഒരുപാട് പേർക്ക് എനിക്കൊന്ന് നിമിഷ് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു ടെക്നീഷ്യൻ ആണെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല അത് ഇത്ര നിമിഷ് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരാളാണെന്ന് തോന്നുന്നില്ല. അയാളെയും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. അത് ഒരു ഇന്ത്യയിലെ ബെസ്റ്റ് ടെക്നീഷ്യന്മാരിൽ ഒരാളായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുണ്ട്. നിമിഷിന്റെ ഒരു ഇതാണ് കല്യാണിനെ ആക്ച്വലി തിരിച്ചു വരവെന്ന് പറയാം. അത് അങ്ങനെ വാക്ക് ഉപയോഗിക്കണ്ടെങ്കിലും അത് കല്യാണിക്ക് പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് അത് നശിപ്പിക്കും എന്ന് പറഞ്ഞ ആൾക്കാരാണ് കൂടുതലുള്ളത്, മെജോറിറ്റി. അവര് തന്നെ അത് മാറ്റി പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. ഇവൻ നസ്ലിനാണെങ്കിൽ ട്രോള് അതും ഇതൊക്കെ ആയിട്ട് അവന്റെ ട്രോള് വരേണ്ട ഒരു ആവശ്യമില്ല. അവരൊരു മോശം പടം പോലും ചെയ്തിട്ടില്ല, ഒരു മോശം പെർഫോമൻസ് ഇല്ല നസ്ലിന്റെ. അത് അവൻ ചെയ്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഒരു സാധാരണക്കാരനായിട്ട് അഭിനയിച്ചു. ഒരു അങ്ങനെ വലിയൊരു കഴിവുകളോ ഒന്നും ഇല്ലാത്ത ഒരാളായിട്ട് ഒരു പടത്തിൽ അഭിനയിച്ചു. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവനത് അതായത് അവൻ പെർഫോമൻസ് മോശം ആയതുകൊണ്ടല്ല, ആ ക്യാരക്ടർ അങ്ങനെയാണ്, അതങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂല്ലോ. ക്യാരക്ടർ അങ്ങനെയാണെങ്കിൽ എന്നെ മഞ്ഞുമല്ല എനിക്ക് കൂടുതൽ വന്നൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറിയിരിക്കുന്ന എന്തിനാണ് ഇയാള് ഇപ്പൊ ഇത്ര പ്രശ്നം വന്നപ്പോ കൂട്ടത്തില് ഒരാൾ മാറിയിരിക്കുന്നു, ഇതെന്താ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഇയാൾക്ക് എന്താ വന്ന് ഹെൽപ്പ്, അതങ്ങനെ ആയിരുന്നു ഒറിജിനൽ സംഭവം, അങ്ങനെ അത് നമുക്ക് കൂടുതൽ അതൊരു റിയൽ ലൈഫ് ബേസ് ചെയ്തിട്ടുള്ളതാ. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ആ ക്യാരക്ടർ എന്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് അയാൾ ഇപ്പോഴും നമ്മുടെ ഫ്രണ്ട് അഭിലാഷായിട്ട്. അപ്പൊ നമുക്ക് അതിന് എന്തുകൊണ്ട് അയാൾ മാറിയിരിക്കും എന്നുള്ളതിന് കൂടുതലായിട്ടുള്ള ഒരു എന്താ സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ വേറൊരു കാര്യം ഉണ്ടല്ലോ, എന്തോ ഈ എനിക്ക് തോന്നുന്നത് ആ പടം ഇറങ്ങിന്റെ തൊട്ട് പിന്നാലെ ഒരുപാട് റെസ്പോൺസ് വന്നു, മഞ്ഞുമല ഇവിടുത്തെ ഇൻഡസ്ട്രി ആവുന്നു.
സ്വാഭാവികമായിട്ട് അഭിലാഷ് എന്നുള്ള ക്യാരക്ടർ കിട്ടാവുന്ന ഏറ്റവും വലിയ അപ്രീസിയേഷൻ ആയിരുന്നു അഭിലാഷിന്റെ വൈഫ് അയച്ചൊരു മെസ്സേജ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അതേപടി അല്ലെങ്കിൽ ആ പറയുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പെർഫോമൻസിൽ അതുപോലെ അതേ മീറ്ററിൽ പോയി എന്നുള്ളത് അത് ചെറിയ കാര്യമല്ലല്ലോ. ചന്ദ്രനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട റോളിലാണല്ലോ ചെയ്തേക്കുന്നത്. അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അന്ന് ആ ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചത് അത് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിലാഷ് ചേട്ടനെ വാച്ച് ചെയ്ത് നമ്മളത് ഏകദേശം ഒരു ധാരണ വരുത്തിയിട്ടുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും പുള്ളി ഇത് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ ഒരു പൊടിക്ക് അങ്ങോട്ടും കൂടെ മാറി കഴിഞ്ഞാൽ ചിതു പറയും നമ്മളടുത്ത് ഇത്ര വേണ്ട ഇത് വേണ്ട എന്നുള്ളത്. ചിതു ഭയങ്കര ധാരണ 11 പേരെ കുറിച്ചും ഭയങ്കര ധാരണയുള്ള ഡയറക്ടറായിരുന്നു. അതായത് ഇപ്പോ ദീപക്കേട്ടനോട് ദീപക് പറമ്പോളിനോട് ചിതു സംസാരിക്കുന്ന രീതി വേറെയാ. അപ്പൊ സംസാരിക്കുന്ന രീതി എന്ന് വെച്ചാൽ ദീപക്കേട്ടനെ എങ്ങനെയാണ് അഭിനയിക്കാൻ പോകുന്നത് എന്നുള്ളതിന് ചിതു ദീപക്കേട്ടന് കൊടുക്കുന്ന നമ്മളോരോ ബ്രീഫ് കൊടുക്കുമല്ലോ. അപ്പൊ എന്ന് വെച്ചാൽ ദീപക്കേട്ടാ 23 ഒക്കെ പറയും. അപ്പൊ 21% അഭിനയിച്ചാൽ അങ്ങനെ എന്തോ അതിന്റെ 87 എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മളോട് പറയുമ്പോൾ നമ്മൾക്ക് വേറെ രീതിയാ. അപ്പൊ ഇത് എല്ലാവരെയും 11 പേരെ കറക്റ്റ് ആയിട്ട് അറിയാവുന്ന ആൾക്കാരാ. അപ്പൊ ദീപക്കേട്ടൻ എന്ത് ചെയ്യുമെന്നുള്ളത് ചിതുവിന് അറിയാം. പല പല ബ്രീഫ് കൊടുക്കണമല്ലോ. അപ്പൊ അത് എല്ലാം ചിതുവിന് കറക്റ്റ് ആയിട്ട് അറിയാമായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ഡയറക്ടറോട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഇതുണ്ട്. കാരണം അഭിലാഷ് ചേട്ടനെ ചിതുവിനും അറിയാം, വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. കാരണം നമുക്ക് ഈ 11 പേരെ ഒറിജിനലിനെ അറിയാം, ഈ 11 പേര് അഭിനയിക്കുന്നവരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ഇത്ര പേരെ കൺട്രോൾ ചെയ്യണം. 11 പേരെ, അത് ഒരു വലിയ ടെൻഷനാണ്. അതെല്ലാം എല്ലാം ഈക്വലി പെർഫോം ചെയ്യേണ്ടവരുമാണ്. റോള് എല്ലാവർക്കും അങ്ങനത്തെ റോളുമാണ്. അപ്പോ അത് ആക്ച്വലി പിന്നെ ഷൈജു കടക്ക് ചോദിക്കുമായിരുന്നു, ഇത് 11 പേരൊക്കെ എങ്ങനെ വെക്കാനാണോ എന്ന് വെച്ചിട്ട്. ഫ്രെയിമില് വേണമല്ലോ എല്ലാം. അത് പുള്ളിയുടെ ഒരു പ്രസൻസ് വേണമല്ലോ. ഒരാളെ മാറ്റി വേറെ സ്ഥലത്ത് എല്ലാരും പ്രസൻസ് വേണം. ആകെ മാറിപ്പോകുന്ന ഞാനാ. ചിതുവിന്റെ അടുത്ത് പറഞ്ഞ വേറെ കാര്യമുണ്ട്, മഞ്ഞുമല്ല് ഏറ്റവും കൂടുതൽ ക്ലോസ് വെച്ചാണ് എനിക്കത്. ചിതുവിന്റെ പടങ്ങളിൽ ക്ലോസുകൾ ഭയങ്കര കുറവായിരിക്കും. അപ്പൊ മഞ്ഞുമല്ല് കുറെ ക്ലോസ് മാറിയിരിക്കുന്നുണ്ട്, എനിക്ക് ക്ലോസുകളൊക്കെ നിർത്തിയില്ല. അപ്പൊ അങ്ങനെ ഒരു ഇത് സലീംകുമാറിന്റെ മകൻ എന്നുള്ളൊരു ആനുകൂല്യമുണ്ട്, അതിന്റെ ഒരു ഗുണങ്ങളുണ്ട്. അതേസമയം തന്നെ ആക്ടർ എന്നുള്ള രീതിയിൽ ലോഞ്ച് ചെയ്യപ്പെടുമ്പോഴും അഭിനയിക്കുമ്പോഴും അവിടെ ഒരു അധിക ഭാര്യവും ഉത്തരവാദിത്തം കൂടുതലും ഉണ്ട്. ഞാൻ എപ്പോഴും ആളുകൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു ഏരിയ ആണിത്. ഇപ്പൊ നമ്മൾ ഒരു നെപ്പോക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു ടാഗിൽ വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന വലിയൊരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഭയങ്കര ഭാര കൂടുതലുണ്ടല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ചന്തുവിന്റെ ഈ വിദ്യാർത്ഥി കാലത്തോ അല്ലെ ചന്തുവിന്റെ ഇപ്പോഴും സമയത്തോ സിനിമേട്ടൻ അഭിനയിച്ച പടം പോലും അല്ല, എന്നോ ചെയ്തു വെച്ച പടങ്ങൾ വരെ ഇപ്പോഴും ഈ പറയുന്ന ട്രോളായും മെറ്റീരിയലായും ഫണ്ണായും ഡേ ടു ഡേ ലൈഫിലെ ആളുകളുടെ ഡയലോഗായിട്ട് സിനിമ ഡയലോഗാണെന്ന് മനസ്സിലാവാത്ത വിധത്തിൽ വരെ സോഷ്യൽ മീഡിയ സെലിബ്രേറ്റ് ചെയ്യുന്ന കാലത്താണ് ചന്തു അഭിനയിക്കുന്നത്. ശരിക്ക് അച്ഛൻ എന്നുള്ള ഫാക്ടർ ഈ പറയുന്ന ഒരു തരത്തില് അച്ഛൻ കൂടി കൺവിൻസ്ഡ് ആവുന്നാൽ അച്ഛൻ ഹഗ് ചെയ്യുന്ന ഒരു മൊമെന്റ് ലോകയുടെ കാര്യത്തിൽ ഉണ്ടായില്ല. അതെ, അതെനിക്കിപ്പോഴും വ്യക്തമായിട്ടുള്ള ധാരണയില്ല. അച്ഛൻ അങ്ങനെ ഒന്നിനെ പറ്റി നല്ലത് പറയാത്ത ആളാ. ലോക കണ്ടതും പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഡൊമിനിക്കേട്ടനെ വിളിച്ചായിരുന്നു. എന്നെ വന്ന് ഫസ്റ്റ് ഷോ കാണാൻ തീരുമാനിച്ചു പോയത്. ഫസ്റ്റ് ഷോ കാണാൻ അതെനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, എന്തുകൊണ്ട് അത് പോയി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം അങ്ങനെ ഒരു ചിന്ത, അത് അച്ഛൻ അഭിനയിച്ച സിനിമയോ ലോകത്ത് ആരഭിനയിച്ച സിനിമയാണെങ്കിലും, അത് ഇപ്പൊ എന്റെ സിനിമയാണെങ്കിൽ പോലും പുള്ളി കാണാൻ പോകാറില്ല. അപ്പൊ അത് എന്തോ പുള്ളിക്ക് അതിനോട് എന്തോ ഒരു ഇഷ്ടം തോന്നിയിട്ടായിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മമ്മൂക്കി എന്തോ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അച്ഛനായിട്ട്. ചിലപ്പോ അതായിരിക്കും. അല്ലെങ്കിൽ പുള്ളിക്ക്, കാരണം അങ്ങനെ സംസാരിച്ചാലും പോവാത്ത ആളാ, ആര് വിളിച്ചു പറഞ്ഞാലും പോവാത്ത ആളാ. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യൻ ഫസ്റ്റ് സിനിമയ്ക്ക് പോയി അതിനെപ്പറ്റി നല്ല അഭിപ്രായം പറയുന്നു. പുള്ളി എനിക്ക് ഡൊമിനിക്കേട്ടനോട് പറഞ്ഞു, പുള്ളി വൈഡിയർ കുട്ടിച്ചതിന് ശേഷം എന്നെ എക്സൈറ്റ് ചെയ്യിച്ച സിനിമകളിൽ ഒന്നാണ് ലോക. പുള്ളിയോട് പറഞ്ഞു. അത് ഡൊമിനിക്കേട്ടൻ ഭയങ്കരമായിട്ട് വലിയൊരു അല്ല, പുള്ളിക്ക് അത് ഭയങ്കര ഫീൽ ആയത്. പിന്നെ അച്ഛൻ വിളിച്ചപ്പോഴും പുള്ളി എന്നോട് വിളിച്ചിട്ട് ഡൊമിനിക്കേട്ടൻ പറഞ്ഞടാ ഫീലായി എനിക്ക്, എന്റെ കണ്ണ് ചെറുതായിട്ട് നനഞ്ഞോന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഡൊമിനിക്കേട്ടൻ വിളിച്ചു പറഞ്ഞത്. അപ്പൊ എനിക്കിപ്പോ ഭാരത്തിന്റെ കാര്യം ചോദിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും ആക്ച്വലി ഞങ്ങള് ഈ സിനിമയില് അരുൺ കുര്യനാണ് നമ്മൾ പിടിക്കാം എന്ന് വെച്ചിരുന്നത്. ക്യാരക്ടർ അരുൺ കുര്യൻ എങ്ങനെയാണോ റിയൽ ലൈഫിൽ സംസാരിക്കുന്നത് അങ്ങനെ വേണു എന്ന രീതിയിലാണ് നമ്മൾ പരിപാടി പ്ലാൻ ചെയ്തിരുന്നത് ആക്ച്വലി. പക്ഷെ അത് കുറച്ച് സ്ലോ ആണ്. അതായത് കുര്യൻ കുറച്ച് സ്ലോയാ റിയൽ ലൈഫിൽ സംസാരിക്കുന്നത്. വൈകടാ എനിക്ക് പോവാൻ പറ്റില്ലടാ, അങ്ങനെ ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോ അത് പിടിച്ചു വന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീനുകളിൽ
ബാക്കി എല്ലാവരും സ്പീഡിൽ സംസാരിക്കുകയും ഞാൻ മാത്രം സ്ലോലി സംസാരിക്കുകയും ചെയ്യുമ്പോൾ ടൈമിങ്ങുകളിൽ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് സംഭവിക്കുന്നുണ്ട്. അത് ആദ്യം ചെയ്തു നോക്കിയപ്പോ രസമായിരുന്നു. നമ്മുടെ ഈ ഡയലോഗുകളൊക്കെ എല്ലാം കുര്യന്റെ രീതിയിൽ പറഞ്ഞു നോക്കിയപ്പോ രസമായിരുന്നു. പക്ഷെ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഷോർട്ട് എടുത്ത് കണ്ടു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സ്ലോ, ടൈമിങ്ങുകളിൽ ഭയങ്കര വ്യത്യാസം വരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇത് മാറ്റാം എന്നുള്ളൊരു, കുര്യൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കണ്ട എന്നുള്ള രീതിയിലേക്ക് വന്നത്, മാറ്റാന്നുള്ള രീതിയിൽ. പക്ഷെ അപ്പോഴും നമ്മളിത് ഇങ്ങനെ അച്ഛൻ ചെയ്യുന്ന പോലെയോ അതായത് അച്ഛന്റെ ഒരു മീറ്ററോ അങ്ങനത്തെ ഒരു സാധനം പിടിക്കാന്ന് വെച്ചിട്ട് ചെയ്തതല്ല. നോർമലി എന്താണോ ചെയ്യുന്നത് അങ്ങനെ ചെയ്തതാണ്. ചില സീനുകളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ ഇത് അച്ഛന്റെ സാധനമാണല്ലോ എന്നുള്ള സാധനം തോന്നിയിട്ടുണ്ട് എനിക്ക്. അതുണ്ട്. അപ്പൊ വെച്ചാൽ എനിക്ക് അത് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു സീനുണ്ട്, ഞാൻ മറ്റേ നസ്ലിനോട് സംസാരിക്കുന്ന ബാൽക്കണിയിൽ വെച്ചിട്ട് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ അത് ചെയ്തപ്പോ ആണ് ആക്ച്വലി ഡൊമിനിക്കേട്ടൻ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരു സാധനം കാണുന്നത്. അച്ഛൻ മീറ്റർ പിടിച്ച് കാണുന്നത് അതായിരുന്നു. അതിലെവിടെയൊക്കെ മീറ്റർ പിടിക്കുന്നല്ല, ശരിക്കും സെയിം റിസംബ്ലൻസ് തോന്നുന്നത് അവിടെയാണ്. അപ്പൊ ഡൊമിനിക്ക് അന്ന് കണ്ടപ്പോ ഞാൻ ചോദിച്ചു ഇത് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഡൊമിനിക്ക് പറഞ്ഞു ഓക്കെയാ ഓക്കെ എന്നുള്ള സംഭവമുണ്ട്. അതായത് ഞങ്ങള് തമ്മിലുള്ള ഉള്ളില് ഞങ്ങള് മൂന്നുപേരുണ്ട്, നസ്ലിൻ ഞാൻ കുര്യൻ ഉണ്ട്. ഞങ്ങള് മൂന്നുപേരും തമ്മിലൊരു കോമ്പറ്റീഷൻ പരിപാടി ഉണ്ട്. ആര് നൈസ് പറയിപ്പിക്കുന്നു എന്നുള്ള സാധനമുണ്ട്. ഡൊമിനിക്കേട്ടൻ ഷോട്ട് എടുത്ത് നൈസ് എന്ന് പറയും, അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. ചിലപ്പോ പുള്ളി നൈസ് പറഞ്ഞതിന് ശേഷം ഒന്നും കൂടെ ചെയ്യിപ്പിക്കും ചിലപ്പോ, അത് വേറെ സാധനം കിട്ടാൻ വേണ്ടിട്ടാണ്. അപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ കുറച്ച് പണിയാ. അപ്പോ ഡൊമിനിക്കേട്ടൻ അതും പുള്ളിക്ക് അതും ഓക്കെയാണ്. ഡൊമിനിക്കേട്ടൻ ആക്ച്വലി ഡൊമിനിക്കേട്ടന്റെ കംഫർട്ട് ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്നോണ്ടാണ് നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഭയങ്കര പ്രഷർ സിറ്റുവേഷൻ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇങ്ങനെ ഡൊമിനിക്കേട്ടൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയാ നിന്റെ അടുത്ത് വേറെ സാധനം കൂടി ഇല്ലേ അതുകൂടി ഇടുന്നു പറയും, അതിട്ടോ വേറെ സാധനം എടാ മറ്റേത് കേട്ടോ വേറെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് ഫ്രഷ് ആയി ചെയ്യിക്കുന്നതാണ്. അപ്പൊ റിപ്പീറ്റ് ടേക്ക് അല്ല. അപ്പൊ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള ആശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് ഇത്രയൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ. അപ്പൊ അത് ഭയങ്കര കംഫർട്ടാണ്. നമ്മളൊരാൾ വിശ്വസിച്ചിട്ട് എടാ നീ വേറെ സാധനം ചെയ്യുന്ന പറയുമ്പോ, അല്ലെങ്കിൽ എടാ നീ നേരത്തെ ചെയ്തില്ലേ അതിന്റെ ഒരു വേറൊരു സാധനത്തില് എന്നൊക്കെ പറയുമ്പോ എക്സ്പ്രഷൻസ് ആ പറയുന്നത്. ഈ എക്സ്പ്രഷൻസ് വേറെ ചെയ്യുന്നൊക്കെ പറയുമ്പോ നമുക്കത് ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം ഒരു ഡയറക്ടർ നമ്മൾ വിശ്വസിച്ചിട്ട് നിന്റെ അടുത്ത് ഉണ്ടല്ലോ സാധനം ഉണ്ട് അത് ഇറക്കുന്ന പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. ചേട്ടൻ ചോദിച്ച ചോദ്യം മറ്റേ അച്ഛന്റെ ഇതല്ലേ. അപ്പൊ ആക്ച്വലി അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രഷർ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ കുറെ സാധനങ്ങൾ ഇപ്പോ ആൾക്കാർ കണ്ടപ്പോ അത് ആൾക്കാർക്ക് ഓക്കെ ആണ്, കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. പക്ഷെ എന്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രൂപസാദൃശ്യം ഉള്ള അച്ഛനായിട്ട് കണ്ണിന്റെ സാദൃശ്യമുണ്ട്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്താലും അവിടെ കിടന്ന് കളിക്കാനുള്ളൊരു പരിപാടിയെ പറ്റുള്ളൂ. പിന്നല്ലേ ഇതൊക്കെ ചേഞ്ച് ചെയ്യണം, ഫുൾ ഫീച്ചേഴ്സ് ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും. എനിക്കത് ഭയങ്കര പേടിയായിരുന്നു ആക്ച്വലി. എവിടെയൊക്കെ അച്ഛൻ്റെ റിസംബ്ലൻസ് അച്ഛനെ അനുകരിക്കാൻ നോക്കുന്നു എന്നുള്ളൊരു സാധനം പറയുമോ എന്നുള്ളൊരു ഇതുണ്ടല്ലോ. ശരി ആക്ച്വലി അനുകരിക്കാൻ നോക്കുന്നല്ല. പിന്നെ അച്ഛൻ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ട് ചില ആൾക്കാർ ഉപമിക്കും, അതാണ് വേറൊരു പേടി. എങ്ങനെയോ കഷ്ടിച്ച് രക്ഷപ്പെട്ട് നിൽക്കുകയാണ്, പോയിപ്പോ ഉപമിക്കല്ലേന്ന് എനിക്ക് പറയാനുള്ള അവരടുത്ത്. എന്ന് വെച്ചാ അത് വേറൊരു ലീഗാണ്. ഈ അച്ഛന്റെ കാര്യം ചോദിച്ചു പറയാണ്, ഇപ്പം ചന്തു വളരെ അപ്രതീക്ഷിതമായിട്ടാണല്ലോ സിനിമയിൽ വരുന്നത്. ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഒരു പടത്തിൽ അഭിനയിക്കണം എന്ന് പറയുന്ന സമയത്ത് അത് അച്ഛന്റെ കുട്ടിക്കാലം ചെയ്യണം എന്ന് പറയുമ്പോൾ പക്ഷെ ഒട്ടും കോൺഷ്യസ് ആയിട്ടുണ്ടാവില്ലല്ലോ. എനിക്ക് ഞാൻ ലവ് ഇൻ സിംഗപ്പൂർ ഫസ്റ്റ് അഭിനയിക്കുന്നത് ഫ്ലാഷ് ബാക്ക്. അപ്പൊ അതിൽ ഞാൻ ലൊക്കേഷനിൽ ചെന്ന് അപ്പൊ ഇവര് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പ്ലാനിലല്ല പോകുന്നത്, അല്ലല്ല അത് കൊടുങ്ങല്ലൂരെ ഷൂട്ട് ചെയ്തേ. കൊടുങ്ങല്ലൂർ എത്തണ്ട, മുത്തൂന്ന ആ ഭാഗത്താണ് അവിടെ ലക്ഷ്മി ജ്വല്ലറിയുടെ വീടുണ്ട്, അവിടെ ഷൂട്ട് നടക്കുന്നത്. അപ്പൊ എന്റെ വീടിന് തൊട്ടടുത്താ. അത് ആ ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ 2-3 ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുള്ളൂ, അല്ലാതെ വേറെ ലൊക്കേഷനിലൊന്നും ഞാൻ പോയിട്ടില്ല. ഇല്ലില്ല. അപ്പൊ ആ ലൊക്കേഷനിൽ ഞാൻ ചെന്നുമ്പോ റാഫി മെക്കാട്ടിനാണ് എന്റെ ഡയറക്ടർ. റാഫിയെങ്കിലും മെക്കാട്ടിനെങ്കിലും ഉണ്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ഞാൻ വെറുതെ അവിടെ ഇവിടെ നടന്നു, അവിടെ കണ്ടു, ബോറടിച്ച് തിരിച്ചു പോന്നു. അത്ര എനിക്ക് അറിയുള്ളൂ ആ സമയത്ത്. അപ്പൊ അവര് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരാളെ, അച്ഛന് ചെറുപ്പം ചെയ്യാൻ പറ്റിയ ഒരാളെ. അപ്പൊ എന്നെ കണ്ടപ്പോഴേക്കും ഇതിന് വെച്ചാൽ മതിയല്ലോ, വേറെ പുറത്തുനിന്ന് ആളെ അന്വേഷിച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെയാണ് എന്നെ വെക്കുന്നത്. അപ്പൊ എനിക്ക് അച്ഛനെ ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, പോയി ചെയ്യാൻ പറ്റുമെന്ന് നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ ഇരുത്തിയിട്ട് എന്റെ അടുത്ത് പറഞ്ഞു എന്താ സ്ക്രിപ്റ്റ് പറഞ്ഞിട്ട് ഡയലോഗ് പറഞ്ഞു നോക്കാൻ പറഞ്ഞു. അച്ഛനൊരു പേടി,
ഇവൻ പോയിട്ട് കുളം നോക്കുവോ എന്നുള്ളൊരു പേടിയാ. ഇതൊന്ന് പറഞ്ഞു നോക്കുന്നോ. അപ്പൊ എന്റെ ചേട്ടനുണ്ട്, സുനിൽ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, പിന്നെ ശ്രീലാൽ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അവരാണ് ജയിപ്പിക്കുന്നത്. അച്ഛന് ഒരു മടി, ഇത് എന്നെ അഭിനയം പഠിപ്പിച്ചു തരാനായിട്ടൊരു മടി. അപ്പൊ അച്ഛനത് ഇത് ചെയ്തപ്പോ, അപ്പൊ ഞാൻ ആ സമയത്ത് മറ്റേ മായാവിയൊക്കെ കഴിഞ്ഞ സമയമാണ്. അപ്പോ ഡയലോഗ് പറഞ്ഞപ്പോ ഞാൻ മായാവിയിലെ ഡയലോഗിന്റെ ഒരു മോഡുലേഷനിൽ പ്രശ്നോ എന്ന് പറയുന്ന സാധനം ഉണ്ട്, അങ്ങനത്തെ ഒരു ഡയലോഗ് ഉണ്ടാവും. അപ്പൊ അത് ഞാൻ മായാവി മോഡുലേഷനിൽ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഇവൻ വേറെ അച്ഛനെ പിടിക്കണ്ടോ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ കേട്ടോ അത് അച്ഛനെ പിടിക്കുന്നുണ്ടോ പറഞ്ഞു. അപ്പൊ എനിക്കറിയാവുന്ന അതാണല്ലോ, ഞാനത് ഇങ്ങനെ അപ്പൊ അത് പറഞ്ഞു. അങ്ങനെ അത് എനിക്ക് ഒരു കോൺഫിഡൻസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ എന്തോ ശരിയായിട്ടുണ്ടെന്നുള്ളൊരു എനിക്ക് തോന്നൽ അന്നുണ്ടായി. അങ്ങനെ ഞാൻ ഈ ഡയലോഗുകൾ പഠിച്ച് അവിടെ ചെല്ലുക. ഷൂട്ടിനില്ല, ഷൂട്ടിന് കഴിഞ്ഞപ്പോഴേക്കും ബാക്കി എല്ലാ ഡയലോഗും ഞാനാ പറയണ. ഈ സ്പെസിഫിക് ഡയലോഗ് മാത്രം വേറൊരാള്, അത് വേറൊരു ക്യാരക്ടർ ഒരാളും കൂടെ നിപ്പുണ്ട് അവിടെ. അത് നമ്മളുടെ പ്രൊഡക്ഷന്റെ ആരുടെ മകനാണ്. പുള്ളിക്ക് ആ ഡയലോഗ് കൊടുത്തു. ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചെയ്തോണ്ടിരിക്കുക, കൊണ്ടുപോയി എന്റെ ഡയലോഗ്. എനിക്ക് മോഡുലേഷനിൽ പറയാൻ പറ്റിയ ഡയലോഗ് അത് മാത്രമേ അതങ്ങോട്ട് പോയി. പക്ഷെ അപ്പോഴും എല്ലാം ഓക്കെ വന്നു, പ്രശ്നങ്ങള് പരിപാടികളൊക്കെ ഓക്കെ വന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് കുഴപ്പമുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആ ഡയലോഗ് മിസ്സായത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് ചെയ്തതാണ്. പിന്നെന്ന് വെച്ചാൽ മാലിക്കാണ്, മാലിക്കിലെ മൂസാക്ക. അന്ന് അച്ഛൻ എന്തായിരുന്നു ശരിക്കും പറഞ്ഞതെന്നൊക്കെ ഓർമ്മയുണ്ടോ? അന്ന് ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് വരുവാണല്ലോ മോൻ വീട്ടില്. ഞാൻ ഫസ്റ്റ് ഷൂട്ടാണ്. ഫസ്റ്റ് ഷൂട്ട് എന്നോടല്ലേ ചോദിച്ചത്, ലൈക്ക് റാഫിയെങ്കിലും മെക്കാട്ടനെങ്കിലും വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. അവനൊക്കെ അവൻ ചെയ്ത് തീർത്തിട്ട് പോയിടോന്ന് പറഞ്ഞു. അന്ന് എനിക്ക് 5000 രൂപ കിട്ടി. അന്ന് എനിക്കൊരു പ്രൊഡക്ഷൻ കൺട്രോളിൽ ആരായിരുന്നു എനിക്ക് കറക്റ്റ് പേര് ഓർമ്മയില്ല. പുള്ളി എനിക്ക് ഒരു 5000 രൂപ പോക്കറ്റിൽ വെച്ച് തന്നു. ഒന്ന് പോയി, അങ്ങനെ പോയി. അതിനുശേഷം അച്ഛൻ വിളിച്ചു ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു. അച്ഛന് ഭയങ്കര ടെൻഷനാ. അച്ഛനെനിക്ക് വേറെ സ്ഥലത്ത് അവിടെ ഷൂട്ടിന് പോയി, ദുബായിൽ എവിടെ ആയിരുന്നു തോന്നുന്നു. അച്ഛൻ വിളിച്ചു ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങൾ. അപ്പൊ പുള്ളി പറഞ്ഞു ഓക്കെ എന്തോ അവർ പുള്ളി എന്തോ പറഞ്ഞു, കറക്റ്റ് അതെന്താന്ന് ഓർമ്മയില്ല. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതിന്റെ റിലീസ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട സിനിമയാണ് 11th സെഞ്ച്വറി. അതായത് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ. അപ്പൊ ഇത് റിലീസ് ആവുന്ന സമയത്ത് അട്ടർ ഫ്ലോപ്പാണെന്നുള്ള അച്ഛനറിയാം. കാണാൻ പോയ എനിക്കറിയില്ല, ഞാൻ ചെറുതാ. അപ്പൊ ഞാൻ എന്റെ സിനിമ എന്ന് പറഞ്ഞത് ഫുൾ ശരിയാ, എന്റെ സിനിമയാണല്ലോ. പിന്നെ ഞാനൊരു മമ്മൂട്ടി ഫാനാ. അപ്പൊ എനിക്കൊരിക്കലും അതൊരു മോശം സിനിമയായിട്ട് പറയാൻ പറ്റില്ല. ഞാനുണ്ട്, മമ്മൂക്കി ഉണ്ട്, പോരെ, എനിക്കത് മതി. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കില് ഞാനിത് റിലീസ് കഴിഞ്ഞു, വൈകുന്നേരം വീട്ടിൽ വന്ന് ഷോ കഴിഞ്ഞു, വൈകുന്നേരം വീട്ടിൽ വന്ന് ഇരുന്ന് അച്ഛനോട് പറയാണ് അവിടെ തമാശയുണ്ട്, ഇവിടെ തമാശയുണ്ട്, മറ്റേ ബിജുക്കുടിഞ്ഞാന്റെ തമാശയൊക്കെ ചിരിക്കുന്നുണ്ട്, ക്ലൈമാക്സിൽ കൈയടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ചെയ്ത കാര്യങ്ങള് മറ്റുള്ളവരും ചെയ്തു എന്ന് ഞാൻ വരുത്തി തീർക്കാണ്. അച്ഛൻ എന്റെ അച്ഛനിലെ ഞാൻ ബഹുമാനിക്കുന്ന കുറെ ക്വാളിറ്റീസിലൊന്നാ. അച്ഛൻ അവിടെ ഇരുന്ന് എന്നോട് പറഞ്ഞു, മോനെ എന്റെ സിനിമ പരാജയമാണ്, ഫ്ലോപ്പാണ് ആ പടം, ആരും ചിരിക്കുന്നില്ല, നീ മാത്രമേ ചിരിക്കുന്നുള്ളൂ എന്ന് പറയുന്നത്. അതെനിക്ക് വലിയൊരു റിയലൈസേഷൻ ആയിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്താണ് സിനിമ എന്നുള്ളത്. ചെറുപ്പത്തില് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ കാണുന്ന രീതിയിലല്ല ആളുകൾ ചിന്തിക്കുന്നത്. അപ്പൊ എനിക്ക് അതൊക്കെ കാരണം അച്ഛന് വേണമെങ്കിൽ പറയായിരുന്നു ആ മോനെ സൂപ്പർ ഹിറ്റ് ആണ്, ഹാപ്പി ആക്കി വിടാന്നുള്ള രീതി പറയായിരുന്നു. പക്ഷെ അച്ഛൻ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അതെനിക്ക് വലിയൊരു ഇതായിരുന്നു. പിന്നെ മാലിക്കിനെ മൂസാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതില് ബോഡി ലാംഗ്വേജിൽ ഈ മൂസാക്കയിൽ നിന്ന് വളർന്നിട്ടാണ് മറ്റേ ക്യാരക്ടറിലേക്ക് വരുന്നത്. അത് ഭയങ്കര പെയിൻഫുൾ മൊമെന്റ് ആണ് ഈ പറയുന്ന ബോഡി ആയിട്ട് ഇത് ചെയ്യുന്ന സമയത്ത്. അത് ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നല്ലോ. എന്നുവെച്ചാൽ കോവിഡ് കാലത്താണ് അത് വരുന്നത്. എനിക്ക് ഞാനൊന്ന് ചന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട് പ്രിവ്യൂ കണ്ട സമയത്ത്. അത് വേറെ ഇത് പറയാന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്താണ് കട്ട് വന്നിരിക്കുന്നതെന്നൊക്കെ. ഞാൻ ആ സിനിമയിലുണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. അനീഷേട്ടനാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് പടം നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ പടം കണ്ടു, ഞാൻ ആ സിനിമയിൽ ഉണ്ടെന്നുള്ളത്. കാരണം എനിക്ക് ഡബ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയലോഗ് ഇല്ല, ഞാൻ നിങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ അന്ന് ഷൂട്ട് ചെയ്തതല്ലാതെ ഒരു വിഷ്വലും ഞാൻ കണ്ടിട്ടില്ല. മനീഷേട്ടൻ വിളിച്ച് പറയുമ്പോഴാണ് എനിക്ക് ആശ്വാസം തോന്നുന്നത്. ഓ സിനിമയിൽ ഞാൻ ഉണ്ടല്ലോ എന്നുള്ള സാധനം ഉണ്ടല്ലോ. കാരണം ഇത് എനിക്ക് ആരും പറയാൻ പറ്റില്ല ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിന്റെ ഫൈനൽ കട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മഹേഷ് ചേട്ടനായതുകൊണ്ട് അയാൾ ആ ഡയറക്ടർ എന്ന് വെച്ചാൽ പുള്ളി കട്ട് പറയുന്നിടത്ത് പുള്ളി കട്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് പുള്ളി എഡിറ്ററും കൂടെ ആയതുകൊണ്ട് കട്ടിനനുസരിച്ചാണ് പുള്ളി കട്ട് പറയുന്നത്.
അല്ലാതെ സാധാരണ ഇത് പൊക്കോട്ടെ പെർഫോമൻസ് പൊക്കോട്ടെ എന്നുള്ള രീതിയിലല്ല. പുള്ളി അവിടെ കട്ട് ചെയ്യണം, ഫൈനൽ ഔട്ടിനനുസരിച്ചുള്ള കട്ടാണ് അത്. അങ്ങനെയാണ് പുള്ളിയുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് എനിക്ക് അന്ന് മനസ്സിലായിരുന്നു. ഈ മാലിക്കിൽ അഭിനയിക്കാൻ പോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി സലീം കുമാറിന്റെ ചെറുപ്പം ചെയ്യാൻ ആൾക്കാരെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഓഡീഷൻ കോൾ പോലത്തെ ഒരു പരിപാടി ഇട്ടിരുന്നു. അവരിട്ടിരുന്നു. അപ്പൊ എന്റെ ചേട്ടനുണ്ട്, ഞാൻ ഈ ലവൻ സിംഗപ്പൂരിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ, എന്റെ ഷൂട്ടിങ്ങിനുണ്ട്, സുനിൽ എന്ന് പറയുന്നത്. പുള്ളി കുവൈറ്റിലെ നേഴ്സാ. പുള്ളി കുവൈറ്റിൽ നിന്ന് എനിക്ക് അയച്ചു തന്നു. എടാ ഇത് അയച്ചു നോക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സൈറ്റഡ്. അതിനു മുമ്പ് ഞാൻ വേറെ സിനിമകളിലൊക്കെ ചൈൽഡ്ഹുഡ് ആക്ടറായിട്ട് പോകാനായിട്ടല്ല, ചെയ്തിട്ടില്ല. ചെയ്യാനായിട്ട് കുറെ സ്ഥലത്ത് ഇങ്ങനെ ഓഡീഷൻ പോലത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷെ പൊക്കം കൂടി അത് കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ചൈൽഡ്ഹുഡ് ചെയ്യാൻ പറ്റാറില്ല എനിക്ക്. ലാലങ്ങളിൽ ചൈൽഡ്ഹുഡ് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചിരുന്നു ഇടുക്കി ഗോൾഡില്. ആഷിക്കേട്ടൻ വിളിച്ചിട്ട് അങ്ങനെ ഞാൻ പോയായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് ലാലങ്ങളിലേക്കുള്ള പൊക്കമുണ്ട്. ലാലങ്കിൽ എത്ര 6 സംതിങ് എന്താ, ഞാൻ 6'2" ഒന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ ഇതായി. അപ്പൊ ഈ മാലിക്കിലേക്ക് ചെല്ലുമ്പോഴും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം അച്ഛനേക്കാളും പൊക്കം കൂടുതൽ എനിക്ക്. അപ്പൊ ഈ ഇത് അയച്ചു, ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പൊ അന്ന് RJ ശാലിനി പിന്നെ രുദ്ര എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്, ഇവര് രണ്ടുപേരുമാണ് ഏഡീസ്. ഇവരാണ് ഇതൊക്കെ സോർട്ട് ചെയ്യുന്നവര്. അപ്പൊ ഇവര് സോർട്ട് ചെയ്തു 5 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. 5 പേരിൽ ഞാനും ഉണ്ട്. ഇത് അവര് പക്ഷെ എനിക്ക് ഞാൻ ആരാന്നൊന്നും ഇവർക്ക് അറിയില്ല. അങ്ങനെ എന്റെ കോളേജില്, ഞാൻ അമൃതയില പഠിക്കുന്ന ആ സമയത്ത്, അപ്പൊ എന്റെ കോളേജില് ആണ് എനിക്ക് തോന്നുന്നു രുദ്ര, പുള്ളിക്കാരി പഠിച്ചത് അവിടെയാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരത്തിയുടെ ഏതൊരു ഫ്രണ്ട് പറഞ്ഞു, സലീം കുമാറിന്റെ ചെറുപ്പം അന്വേഷിച്ച് നിങ്ങൾ വേറെ എവിടെ പോകണമെന്നാ, പുള്ളിയുടെ മോനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിയുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരത്തി അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴും പുള്ളിക്കാരത്തി അത് അവിടെ മഹേഷ് ഏട്ടൻ അവതരിപ്പിച്ചു. അപ്പൊ സെയിം സാധനം തന്നെ എനിക്കൊന്ന് അലക്സേട്ടൻ, പ്രൊഫഷണലായിട്ടുള്ള അലക്സേട്ടൻ അവിടെ പറഞ്ഞു, സലീമേട്ടൻ മോനുണ്ടല്ലോ അവരെ വെച്ചാൽ പോരെ. അപ്പൊ ഇവിടെ നിന്ന് RJ ശാലിനി 5 പേരിൽ ലിസ്റ്റായിട്ട് അങ്ങോട്ട് ചെല്ലുക. അതില് ഇയാളുണ്ട്, എന്റെ ഫോട്ടോ ഇതുണ്ട്. അപ്പൊ RJ ശാലിനിക്ക് എന്നെ അറിയില്ല, പക്ഷെ പുള്ളിക്കാരി ഡൗട്ട് എന്ന് പറഞ്ഞാൽ 6'2" ഹൈറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പൊ അത് സ്യൂട്ട് ആവില്ല എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അങ്ങനെ 3 സ്ഥലത്തുനിന്ന് വന്നതുകൊണ്ട് മഹേഷ് ഏട്ടൻ എന്നെ വിളിച്ചു, ഫോൺ ചെയ്തു. വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒന്ന് വരാമോന്ന് വെച്ചിട്ട്. FACT ഉണ്ട്, FACTയിലാണ്. FACT എന്റെ ജീവിതത്തിൽ വലിയൊരു പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് FACT മഞ്ഞുമല ഷൂട്ട് ചെയ്തിട്ടുണ്ട്, മാലിക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, FACT ലോക ഷൂട്ട് ചെയ്തിട്ടുണ്ട്. FACT എന്റെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ്. അപ്പൊ അവിടെയാണ് ലൊക്കേഷൻ നടക്കുന്നത്, ലൊക്കേഷൻ അതാണ്. അപ്പൊ അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ ശാലിനി പറഞ്ഞു 6'2" ഹൈറ്റ് ഉണ്ട്. ഞാനിങ്ങനെ ശാലിനി നോക്കുക, ദുഷ്ട എങ്ങനെയും ഒന്ന് സെലക്ട് ആവട്ടെ. ശാലിനി ചേച്ചി ഇങ്ങനെ 6'2" ഹൈറ്റ് ഉണ്ട്, അത് പ്രശ്നമാണോ? അപ്പൊ ഒന്നുമില്ല, അത് ഞാൻ വെക്കുന്ന രീതിക്കാണല്ലോ, അത് ഞാൻ വെച്ചോളാം എന്നുള്ള രീതി പറഞ്ഞു. അപ്പൊ ഓക്കെ, അങ്ങനെ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞിട്ട് പിന്നെ പോയി ഷൂട്ടൊക്കെ ചെയ്തു. ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴേക്കും അച്ഛന് വേറെ പേര് പഠിപ്പിച്ചു. അച്ഛനോട് പറഞ്ഞു, മഹേഷ് ഭയങ്കര ദേഷ്യക്കാരനാ, വെറുതെ ഒക്കെ തെറി പറയുന്നു, ഫാസിലിന്റെ വരെ തെറി പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇടയ്ക്ക് എന്നെയും പറയാറുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഇടയ്ക്ക് എന്നെയും തെറി പറയാറുണ്ട്. ഇത് കുറെ നാളുകൾക്ക് ശേഷം, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്താണ് അഭിനയിച്ചതിന് മുമ്പ്, പിന്നെ ഞാൻ കോളേജിലൊക്കെ 18 വയസ്സിന് ശേഷം അഭിനയിക്കാൻ വരുന്നതാണ്. അപ്പോ ഒരച്ഛൻ മോര് തരുന്നൊരു ഉപദേശമാണ്, ഭയങ്കര ദേഷ്യക്കാരനെ മറ്റേ പറഞ്ഞിട്ട്. അങ്ങനെ ഇത് അച്ഛൻ അവിടെ പ്രൊഡക്ഷനായിട്ടുള്ളമാരുടെ അടുത്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണ ഇടയ്ക്ക്. അച്ഛനതൊക്കെ തമാശയാ. അപ്പൊ പറഞ്ഞങ്ങനെ ഞാൻ ക്യാരവനിലേക്ക് ഇരുന്ന് ഞാൻ പറക്കുക. ഇവരെ ആൾക്കാരൊക്കെ നോക്കി മഹേഷ് നാരായണന്റെ തെറി പറയണത് ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനിങ്ങനെ വിറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തു ചെന്ന് നിന്നു. പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര സൗമ്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ചെയ്തു. ഫസ്റ്റ് ടേക്ക് തെറ്റി, അപ്പോഴും പുള്ളി ഒന്നും പറയുന്നില്ല. ഒരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യൻ. സെക്കൻഡ് ടേക്ക് ഓക്കെ പോന്നു. അപ്പൊ അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞ് അടുത്ത നെക്സ്റ്റ് വേറൊരു ഷോട്ട് ഉണ്ട്, അപ്പൊ ആ ഷോട്ട് എടുക്കാൻ പോയി. അപ്പോഴും വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ, വളരെ സൗമ്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാള്. പിന്നെ മഹേഷ് ചേട്ടനാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട്, അതായത് ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ അറിയാലോ, എത്രയോ സെക്കൻഡ് 10-20 സെക്കൻഡ് വന്നു എന്നൊരു ക്യാരക്ടറാ. ഫുൾ സ്ക്രിപ്റ്റ് എനിക്ക് തന്നു, എന്നിട്ട് എൻ്റെ അടുത്ത് വായിക്കാൻ പറഞ്ഞു. അതെനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പുള്ളി എനിക്ക് ചിലപ്പോ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചാലായിരിക്കും ഒരു ക്യാരക്ടറിന്റെ ഫീൽ കിട്ടുക, ചിലപ്പോ അതിന് വേണ്ടിയിട്ടായിരിക്കും. ഫുൾ സ്ക്രിപ്റ്റ് എനിക്ക് തന്നു. അതൊക്കെ ഭയങ്കര ഒരു ക്വാളിറ്റി ആയിട്ടാ ഡയറക്ടറിന്റെ. പക്ഷെ എൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് കാണുന്നത്. പുള്ളി അവിടെ ഈ ഷൂട്ട് കഴിഞ്ഞപ്പോ അങ്ങോട്ട് പോന്നു കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, മഹേഷ് ചേട്ടാ എങ്ങനെയുണ്ട്? ഭയങ്കര നാച്ചുറലൊക്കെ എന്തോ ഓക്കെയാണ്.
ഇയാള് ദേഷ്യപ്പെടുന്നു. അങ്ങനെ ഞാൻ സെറ്റിൽ ചെയ്യാൻ പിന്നെ പോയി നോക്കിക്കാൻ തുടങ്ങി. ആരെങ്കിലും ചീത്ത പറയുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കാൻ തുടങ്ങി. ഇല്ല, അങ്ങനെ സൗമ്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. ഇല്ല നേരെ വൈശേട്ടന്റെ ഫോണിൽ ഒരു ആപ്പ് ഉണ്ട്, ലെൻസ് വെച്ചിട്ട്. ഡിഫറെന്റ് ലെൻസ് നമുക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലെൻസിൽ എന്താണ് കാണണം എന്നുള്ളത് ഫോണിൽ വരും. ആ ആപ്പൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് പറഞ്ഞു ഇത് ഡൗൺലോഡ് ചെയ്തു, നിനക്ക് ഡയറക്ഷനിൽ താല്പര്യമുള്ള ഇത് ഡൗൺലോഡ് ചെയ്തോ, നല്ല ആപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളി എന്നെ പ്രാങ്ക് ചെയ്താ. അച്ഛൻ എന്നെ പ്രാങ്ക് ചെയ്താന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഞാൻ ടെൻഷൻ അടിച്ചു പോയി. അച്ഛനോട് ചോദിച്ചോ തിരിച്ചു വന്നിട്ട്? ഇല്ല, അതെനിക്കറിയാലോ, അച്ഛന്റെ സ്വഭാവം അറിയാലോ. ഇത് പ്രാങ്ക് ആണെന്ന് എനിക്ക് അവിടെ കിട്ടി. പ്രൊഡക്ഷനില് പറഞ്ഞു തന്നു എനിക്ക്, എന്റെ അടുത്ത് വന്ന് പറഞ്ഞു പ്രാങ്ക് ആയിരുന്നു, സലീം മേഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണോന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ഇതാണ് മാലിക്കിന്റെ അനുഭവം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇപ്പം സ്കൂളിങ്ങിൽ ഇപ്പൊ നമ്മൾ വന്നത് മലയാളിയുടെ ഒരു കഴിഞ്ഞൊരു 10-30 വർഷം എന്ന് പറഞ്ഞാൽ അതില് മലയാളി തലയറിഞ്ഞ് ചിരിപ്പിച്ചിട്ടുള്ള, ഇപ്പോഴും നമ്മളൊരു ക്യാരക്ടറിന്റെ പേര് കേട്ടാൽ ആ ക്യാരക്ടറിന്റെ എക്സ്പ്രഷനും ഭാവാദികളും എല്ലാം മനസ്സിലാക്കുന്ന വിധത്തിലൊരു സലീം കുമാർ ഇമ്പാക്ട് ഉണ്ട്. ഈ ചന്തുവിന്റെയും ആരോമലിന്റെ ഒക്കെ ഒരു സ്കൂൾ പഠനം, സ്കൂളിങ്, നിങ്ങളുടെ ചൈൽഡ്ഹുഡ്, അവിടെ ഈ പറഞ്ഞ 2 അച്ഛനുണ്ടല്ലോ, ഈ പറഞ്ഞ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യുന്നൊരു അച്ഛനുണ്ട്, വീട്ടിലൊരാളുണ്ട്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ അച്ഛൻ സ്വാധീനം? അച്ഛന് സ്വാധീനം പുറത്ത് അങ്ങനെ വലിയ, അതായത് അച്ഛൻ വളർന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ വളർന്നു വന്നിട്ടുള്ളത്. അത് ചെറുപ്പത്തിലെ എനിക്ക് അച്ഛന്റെ വളർച്ചയില് ഞാനും കണ്ടുകൊണ്ട് നിന്നിരുന്ന ആളാ. ചെറിയ വീട്, അങ്ങനെ ആ രീതിയിൽ അച്ഛനെ എവിടെയാണ് താമസിച്ചിരുന്നത്, അതായത് അച്ഛൻ ദരിദ്രനായിരുന്നപ്പോൾ എവിടെയാണ് താമസിച്ചിരുന്നത് അവിടെയാണ് ഞാൻ ജനിച്ചത്. അപ്പൊ ഞാൻ വളർന്നു വന്ന രീതികളൊക്കെ എനിക്ക് അറിയാം. എങ്ങനെയായിരുന്നു അപ്പ ജീവിച്ചിരുന്നത്, അടുത്ത സ്റ്റേജ്, അങ്ങനെ ആ അച്ഛന്റെ വളർച്ച എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഞാൻ സിനിമയിൽ വന്ന് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിക്കുന്നത്. അപ്പൊ ആ ഒരു വളർച്ച എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഒരു സിനിമാ നടന്റെ മകൻ എന്നുള്ളൊരു സാധനം, ആ ഒരു ഒരു അഹങ്കാരോ അതിന്റെ ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം സിനിമാ നടന്റെ മകനായിട്ടല്ല ഞാൻ വളർന്നത്. ചിറ്റാറ്റൂരിൽ ഒരു സാധാരണ അവിടുത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാള് എന്നുള്ളൊരു ഇതിലാണ് വളർന്നിരിക്കുന്നത്. ചെറുപ്പത്തില് കൂടുതൽ പരിഗണനകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അത് പുറത്തെവിടെയൊക്കെ പോകുമ്പോഴാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്നത്. നാട്ടിൽ അങ്ങനത്തെ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു രീതി വളർന്ന് ഞാനിപ്പോ ആരോമലാണെങ്കിലും സ്കൂളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് എനിക്ക് 5-ാം വയസ്സുള്ളപ്പോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ സ്കൂളിൽ ചേരുന്നത്. അതിനു മുമ്പ് ഞാൻ LKG UKG പഠിച്ചിരുന്നത് അച്ഛൻ്റെ തന്നെ ഒരു സുഹൃത്തിന്റെ ഒരു സ്കൂളിലായിരുന്നു. അപ്പൊ അവിടെ ലീന മിസ് എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചർ, ഇത് നമ്മുടെ നെയ്ബറാണ്. അതായത് ഇവിടെ നിന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പൊ അത് അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആരോമലും സ്കൂളിലേക്ക് ചേരുന്ന വേറൊരു അച്ഛന്റെ സുഹൃത്ത് ആ സമയത്ത് ഒരു സ്കൂൾ തുടങ്ങാൻ ഇതുണ്ട്. പുള്ളിക്കാരത്തി അതിന്റെ പാർട്ടാണ്, അവിടെ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, വന്ദന മിസ് എന്ന് പറഞ്ഞിട്ട്. വന്ദന മിസ് അച്ഛൻ്റെ ഒരു കലാഭവനിൽ വർക്ക് ചെയ്ത സിംഗറാണ്. പുള്ളിക്കാരി അവിടെ സ്കൂൾ തുടങ്ങാൻ പോകുന്നു, സ്കൂളിന്റെ പാർട്ടാവും എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു പിന്നെ മകനെ അവിടെ കൊണ്ട് ചേർക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ അവിടെ പോയി ചേരുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധാരണക്കാര് പഠിക്കുന്ന ഒരു സ്ഥലമാണ്, ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞിട്ട് പറവൂരത്തെ. ഞാൻ ചെല്ലുന്നത് പ്രാരംഭ ഘട്ടത്തിലാണ്, സ്കൂൾ തുടങ്ങുന്ന സമയത്താണ്. എന്ന് വെച്ചാൽ ഞങ്ങള് വളരുന്നതിന്റെ ഒപ്പമാണ് സ്കൂളും വളരുന്നത്, ഒന്നിച്ചാ വളരുന്നത്. സ്കൂൾ തുടങ്ങിയത് 97-ലാണ്. ഞാൻ ജനിച്ച വർഷമാണ്. 5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. പക്ഷെ ഞാൻ ജനിച്ച വർഷം തുടങ്ങിയ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ടീച്ചർ നാൻസി മാം എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഇത് വേറൊരു സ്കൂളിലെ ടീച്ചറായിരുന്നു. അവിടെ ശമ്പളം പോരാ എന്ന് പറഞ്ഞ് അവിടെ സ്ട്രൈക്ക് നടത്തിയിട്ട് അവിടെ നിന്ന് പിരിച്ചുവിട്ട ആളാ. ഇന്ന് മറ്റേ സ്കൂളിൽ പൂട്ടിപ്പോയി, പുള്ളിക്കാരി പിരിച്ചുവിട്ട സ്കൂളിൽ പൂട്ടിപ്പോയി. ഇന്ന് പറവൂരത്തെ നമ്പർ 1 സ്കൂളാണ് ഈ ലിറ്റിൽ ഹാർട്സ്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഞാൻ എന്റെ വളർച്ച അതിന്റെ കൂടെയാണ് വളർന്നെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ വളർച്ചയുടെ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്തുള്ള ആൾക്കാരും ഞങ്ങളുടെ നാട്ടുകാരും എല്ലാവരും സ്കൂളിൽ പഠിക്കുന്നത്. അത് കുറച്ച് കൂനമ്മാവ് ആ ഏരിയയിലുള്ള കൂട്ടുകാർ കുറച്ച് പേരുണ്ട്. കാരണം അവിടെയാണ് നാൻസീസിന്റെ വീട്. അവിടുത്തെ കുറച്ച് പിള്ളേരുണ്ട്, പുള്ളിക്കാരത്തിക്ക് അറിയാവുന്ന പിള്ളേര്, അവരെയൊക്കെ ഈ സ്കൂളിലാണ് ചേർത്തിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഒരുമിച്ച് വളരാം. 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ ഒന്നിച്ചാണ് വളരുന്നത്. അപ്പൊ അതൊരു ഭയങ്കര ഞാനൊരു വ്യക്തിനെ ചെയ്യുന്നതിൽ അത് വളരെ ഇതായിരുന്നു. കാരണം ഞാൻ ചിലപ്പോ ഇനിയിപ്പോ എറണാകുളത്ത് വന്ന് അവിടുത്തെ ഒരു വലിയ സ്കൂളിലാണ് പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോ എനിക്കത് കിട്ടിയെന്ന് വരില്ല. ഞാൻ അവിടെ തന്നെ എന്റെ റൂട്ട്സിൽ തന്നെയാണ് ഞാൻ വളർന്നത്. അപ്പൊ അവിടെ തന്നെ വളർന്നതിന്റെ കുറെ അഡ്വാൻറ്റേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അവിടെ ഒരു വലിയ സംഭവമല്ല,
സലീം കുമാറിന്റെ മോൻ എന്ന് പറയുന്നത് അവിടെ ഒരു ശരിക്കും ഒരു ഇതാണെങ്കിലും പക്ഷെ അതൊരു വലിയ സംഭവമല്ല. ചിലപ്പോ നാട്ടുകാരിൽ ഒരാളാണ്, അവരുടെ നാട്ടുകാരിൽ ഒരാളാണ്. അപ്പൊ എന്റെ കൂടെ പഠിച്ചിരുന്നവരും ഭയങ്കരമായിട്ട് എന്താ, കാരണം ഇവർക്കൊക്കെ അച്ഛനറിയാം, ഇവര് വീട്ടിൽ വരുന്നവരാണ്, ഇത് ചെറുപ്പം മുതലേ കാണുന്ന ആൾക്കാരാണ്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് പഠിച്ചത്. അപ്പൊ വെച്ചാൽ വേറെ പോവാൻ ഇതില്ല, നമുക്ക് ആ സമയത്ത് വേറെ അവധിയില്ല വേറെ പോയി പഠിക്കാനുള്ള. അപ്പൊ അതും ഒരു കാരണമാണ്. അത് ആ വളർച്ചയിൽ വന്നതുകൊണ്ട് എനിക്കും അനിയനും അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാരണം നമുക്ക് ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കാൻ പറ്റും. പണ്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, ഒരുപാട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, ലൈക്ക് മക്കളെ നല്ല സ്കൂളിൽ എറണാകുളത്ത് വിട്ട് പഠിപ്പിക്കുക എന്നുള്ള സാധനം അച്ഛനോട് എപ്പോഴും പറയുമായിരുന്നു. നാട്ടിൽ എന്തിനാണ് ചെറിയ സ്കൂളിൽ പഠിപ്പിക്കുന്നത്, അങ്ങനെ സാധനം പറയുമായിരുന്നു. പക്ഷെ അച്ഛനെപ്പോഴും നമ്മൾ അങ്ങനെ വളരണം. പക്ഷെ മറ്റേത് അച്ഛന് പിന്നെ നമ്മളെ മിസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അതായത് എറണാകുളത്തോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ എപ്പോഴും കാണാൻ പറ്റിയെന്ന് വരില്ല. കാരണം പുള്ളി വല്ലപ്പോഴാണ് ഷൂട്ട് കഴിഞ്ഞ് വരുന്നത് വീട്ടിലേക്ക്. അപ്പൊ മക്കൾ അവിടെ ഇല്ലാവില്ല എന്നുള്ളൊരു ടെൻഷനും പുള്ളിക്കാരനുണ്ട്. ബോർഡിങ്ങിലൊക്കെ വിടാനായിട്ട് ഒരുപാട് ആൾക്കാർ അച്ഛന് ഇത് ചെയ്തിട്ടുണ്ട്. കാരണം ബോർഡിങ്ങിൽ വിട്ട് നന്നായിട്ട് പഠിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛന് ആ ഒരു മിസ്സിങ് പരിപാടി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഡോക്ടർ മറ്റേ ഗോൾ ഷൂട്ട് ചെയ്ത ഒരു ഊട്ടിയിലൊരു സ്കൂളുണ്ട്, ഭയങ്കര ഒരു വലിയ സ്കൂളാണ് അത്. എന്റെ ജീവിതത്തിൽ ഞാൻ മറ്റേ അമേരിക്കയൊക്കെ കാണുന്ന പോലെ കണ്ടിട്ടുള്ള സ്കൂളാ. കാരണം സ്കൂളിൽ ATM, കാരണം എനിക്ക് എന്റെ സ്കൂൾ ലിറ്റിൽ സ്കൂളാ, അതിനപ്പുറത്തേക്ക് ഒരു ലോകം എനിക്കില്ല. പക്ഷെ അവിടെ ഊട്ടി ചെന്നപ്പോ സ്കൂളിലെ പേര് ഞാൻ പറഞ്ഞു കേട്ടോ, എന്തോ ഡോക്ടർ എന്തോ സംഭവം, ഗുഡ് ഷെപ്പേർഡ് ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ അവിടെ ഇങ്ങനെ കുറെ കൊടികൾ വെച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ചെന്നപ്പോ കുറെ 10-40 കൊടികൾ എന്താ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത് കൊടിയൊക്കെ വെച്ചാൽ നമ്മുടെ സ്കൂളിന്റെ ഫ്രണ്ടിൽ ഒരൊറ്റ ഇന്ത്യൻ ഫ്ലാഗ് ഉള്ളൂ, ഇവിടെ എന്ത് ഇത്രയും കൊടികൾ ഇരിക്കണെന്ന് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു, അത് ഇവിടെ പഠിക്കുന്ന ഓരോ രാജ്യത്തുള്ള കുട്ടികളുടെയും നാഷണാലിറ്റി വെച്ചിട്ടുള്ള ഫ്ലാഗുകളാണത്. ഇത്ര രാജ്യത്തുള്ള ആൾക്കാർ പഠിക്കുന്നുണ്ട് അവിടെ. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടെ സ്കൂളിലെ ATM, സ്കൂളിലൊരു ATM, സ്കൂളിലെ ATM, ക്യാൻറ്റീൻ, ഫുട്ബോൾ ഗ്രൗണ്ട്, വേറെ ക്രിക്കറ്റ് ഗ്രൗണ്ട്, വേറെ വോളിബോൾ കോർട്ട്, വേറെ ബാസ്കറ്റ്ബോൾ കോർട്ട്. നമുക്കിത് എല്ലാത്തിനും കൂടെ ഒരു എല്ലാം ഒരു സ്ഥലമാണ്. നമുക്ക് വെച്ചാൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെയാണ് എല്ലാം കളിക്കുന്നത്, ബാസ്കറ്റ്ബോൾ കളിക്കുന്നതോ എല്ലാം കളിക്കുന്നത്, ഫുട്ബോൾ കളിക്കുന്നത്, ക്രിക്കറ്റ് കളിക്കുന്നതൊക്കെ ഒരു സ്ഥലത്താണ്. ഇതൊക്കെ കണ്ടപ്പോ ഞാൻ ഭയങ്കര അമേരിക്കയിൽ പോയ ഫീൽ എനിക്ക്. അപ്പൊ ആ സമയത്ത് അച്ഛൻ അവിടുത്തെ മാനേജർ ആരോ എന്തോ ഓണർ എന്തോ പറയുന്ന അച്ഛനോട് മക്കളിവിടെ ചേർക്കും, ഫീസ് പരിപാടി നോക്കണ്ട, മക്കളിവിടെ ചേർക്കാൻ പറയാം. അപ്പോഴാണ് അച്ഛനൊരു ചെറിയ ചാഞ്ചാട്ടം ഫീൽ ചെയ്തത് ഞാൻ ആദ്യമായിട്ട്. കാരണം ഇത്രയും വലിയ സൗകര്യത്തിലൊക്കെ മക്കള് പഠിക്കുന്നു എന്നുള്ള സാധാരണക്കാരനായ സലീം കുമാറിന് അത് വലിയ കാര്യമാണ്. ഇത്ര എനിക്ക് കിട്ടാതെ പോയ സാധനങ്ങളൊക്കെ എന്റെ മക്കൾക്ക് കിട്ടണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പൊ ഇവിടെ വളർന്നിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോ വലിയൊരാളാവും എന്നൊക്കെ ഉള്ള ഒരു ധാരണ ഒരു പാരന്റിന് ഉണ്ടാവും. അങ്ങനെ അപ്പൊ എനിക്കും അതൊരു ചാഞ്ചാട്ടമായിരുന്നു, എനിക്ക് അരിയൊക്കെ. കാരണം ഇതൊക്കെ കണ്ടപ്പോഴേക്കും നമ്മുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി. അങ്ങനെ ഒരു അച്ഛനിങ്ങനെ ആലോചന തുടങ്ങി ഇതിനെ പറ്റിയിട്ടുള്ള. പക്ഷെ ഫസ്റ്റത്തെ ആലോചനയിൽ തന്നെ പുള്ളിക്ക് ബോർഡിങ് കണ്ടപ്പോഴേക്കും, അതുവരെ സ്കൂൾ ഓക്കെയാണ്, ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ ബോർഡിങ്ങില് പാരന്റ്സിനെ കാണാൻ മാസത്തിൽ ഒരിക്കലേ പറ്റുള്ളൂ. അതൊരിക്കലും അച്ഛൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ലായിരുന്നു. എന്റെ മക്കളെ ഒരു മാസം എന്റെ മക്കളെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുക്കണമെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അങ്ങനെ വേണം അവിടെ ബോർഡിങ്ങില്. അപ്പൊ അതൊക്കെ അച്ഛന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അച്ഛൻ അപ്പൊ തന്നെ ഞങ്ങൾ ഊട്ടിന്ന് പറഞ്ഞു വിട്ടു, പൊക്കോ ഇവിടുന്ന് പൊക്കോ എന്നുള്ള രീതിയിൽ, രക്ഷപ്പെട്ട് പൊക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞു വിട്ടു. തിരിച്ചു വീണ്ടും ഞാൻ എന്റെ സ്കൂളിലേക്ക് തന്നെ തിരിച്ചു വന്നു. പിന്നെ അവിടുത്തെ എന്താണോ, പക്ഷെ ഇപ്പോ ആ സ്കൂള് ഞാൻ കാണുമ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ ഗംഭീര വളർച്ചയാണ് ആ സ്കൂളിന്. നമ്മൾ വളർന്നൊരു ഏരിയ, നമ്മൾ വളർന്ന സ്ഥലങ്ങളൊക്കെ അവിടെ മറ്റേത് സ്കൂള് വരുന്നു, അവിടെ ഇതുപോലെ കോർട്ടുകൾ വരുന്നു, ക്രിക്കറ്റ് കളിക്കാൻ വേറെ കോർട്ട്, ബാസ്കറ്റ്ബോളിൽ വേറെ കോർട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഭയങ്കര പ്രൗഡായിട്ടുള്ള. ജിമ്മൊക്കെ കണ്ട, ഞാൻ സ്കൂളിൽ പോയി ജിമ്മൊക്കെ കണ്ടപ്പോ ഞാൻ പഠിച്ച സ്ഥലം തന്നെയാണല്ലോ. അപ്പൊ എപ്പോഴും ആ ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കാനായിട്ടുള്ള സാധനം എനിക്ക് എന്റെ നാട്ടിൽ നിന്ന് തന്നെ, അത് വീട്ടുകാരുടെ ഒരു ട്രെയിനിങ് തന്നെയാണ്. എന്ന് വെച്ചാൽ അമ്മയുടെ ഒരു ഇതുണ്ട്. അച്ഛൻ ഷൂട്ടിന് പോകുന്ന സമയത്ത് നമ്മളെ വളർത്തുന്ന അമ്മയാണ്. അതാ നമ്മള് ഭയങ്കര അമ്മ ഉപയോഗിച്ച നമ്പറാണല്ലേ പിന്നീട് ചന്തു ഉപയോഗിക്കുന്ന കണ്ടല്ലേ അമ്മയുടെ. ഞാൻ അന്ന് സലീം കുമാർ വൈഫ് സേവ് ചെയ്തിരുന്നത്. അപ്പൊ അമ്മ ഉപയോഗിച്ച നമ്പറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അമ്മ എന്ന് പറഞ്ഞൊരു ആളുടെ ഒരു ഇതുണ്ട്. അത് നമ്മള് വളർത്തുന്ന ഇതില്, കാരണം അച്ഛൻ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ആളല്ല.
പിന്നെ അമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളെ തോന്നിയ വഴിക്ക് വിട്ടിട്ട് എങ്ങനെയും ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആളല്ല. പക്ഷെ അമ്മയുടെ ഇടപെടലുകൾ കറക്റ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാവും. പക്ഷെ അമ്മക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്. അത് ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സ്ത്രീനെ കണ്ടിട്ടില്ല. ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്. അമ്മ അറ്റ് ദ സെയിം ടൈം ഇൻകം ടാക്സ് ഓഫീസിൽ പോയിട്ട് അവിടുത്തെ ഡീലിങ്ങുകൾ ചെയ്യണം, ബാങ്കിന്റെ പരിപാടികൾ ചെയ്യണം, സലീം കുമാറിന്റെ പ്രൊഫഷണൽ സൈഡിലുള്ള കാര്യങ്ങൾ ചെയ്യണം. അതേ ആള് തന്നെ പശുവിനെ കറക്കാനായിട്ട് വീട്ടിലും വരണം, മക്കളുടെ കാര്യങ്ങൾ ചെയ്യണം, കോഴിക്കൃഷി നോക്കണം, പൊക്കാളി കൃഷി നോക്കണം, ചെമ്മീൻ കെട്ടി പോണം, കോഴി ഫാം ഉണ്ടായിരുന്നു അവിടെ പോണം. ഇതൊക്കെ ഒരാളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ഇതിനിടയിലുള്ള ഈ ഒരു പാരന്റിംഗ് ഉണ്ട്. 2 മക്കളെ നോക്കണമല്ലോ. അപ്പൊ പല ദിവസങ്ങളിലും വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോ എനിക്കൊന്ന് 6-7 ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു സ്കൂളിൽ തന്നെ. സ്കൂളിൽ വേറെ ടീച്ചർ വൈജൂസിനോട് പുള്ളിക്കാരത്തി ഞങ്ങൾ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഒരു 5:30 ഒക്കെ ആകുമ്പോഴേക്കൊക്കെ വരണം. അമ്മ വരണം കൊണ്ടുപോകണമെങ്കിൽ വണ്ടി വിട്ടാ പോരാ, പാരന്റ് വന്ന് കൊണ്ടുപോകണം. അപ്പൊ ഇതൊക്കെ നമുക്കറിയാലോ, ഇതൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പുള്ളിക്കാരത്തി ഇവിടെ എത്തുന്നുള്ളത്. അതൊരു 10-15 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളുകാർ ഭയങ്കര, കാരണം അവർക്ക് വീട്ടിൽ പോകണം, അവർക്ക് മക്കളുണ്ട് എന്നുള്ള സാധനം ഉണ്ടല്ലോ. അമ്മ ലേറ്റ് ആയി കഴിഞ്ഞാലും ഇത്ര ലേറ്റ് ആയിട്ടൊക്കെ വരുന്നത്. എല്ലാവരുടെ ഇതൊക്കെ കാണണം. പക്ഷെ നമുക്കറിയാം പാവം കുറെ കഷ്ടപ്പെട്ടുള്ള വൈകി വരുന്നത്. നമ്മളവിടെ ഇരിക്കും, നമുക്കത് പ്രശ്നമല്ല. നമുക്ക് എൻജോയ് ചെയ്യാൻ കിട്ടുന്ന സമയം അതൊക്കെയാണ്. നമ്മള് പാലക്കാട് ഒരു ഫാം ഉണ്ട്. സ്കൂള് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് നേരെ പാലക്കാടേക്ക് പോകും. അതായത് വീക്കെൻഡ്സിൽ പാലക്കാട് അങ്ങോട്ട് പോകും. എന്റെ ചെറുപ്പത്തിന്റെ കുറെ ഒരു ശതമാനം പാലക്കാടായിരുന്നു. കാരണം വെറുതെ ഇരിക്കുന്ന സമയമാണ് ഈ ശനി ഞായറും. അത് ഞാൻ പാലക്കാടായിരുന്നു, ഫാമിലായിരുന്നു. 4 പേരും കൂടി പോകുന്ന രീതിയിൽ വരുമോ? അല്ല, അച്ഛന് ഷൂട്ട് ചിലപ്പോ പാലക്കാടായിരിക്കും, അല്ലെങ്കിൽ ഒറ്റപ്പാലത്തായിരിക്കും. ഒറ്റപ്പാലത്താണെങ്കിൽ അച്ഛൻ അങ്ങോട്ട് വരും. പൊള്ളാച്ചിലൊക്കെ കൂടുതൽ ഷൂട്ടിംഗ് സമയങ്ങളാണത്. പൊള്ളാച്ചി, ഉദുമൽപേട്ടിലൊക്കെ ആയിരുന്നു കൂടുതൽ ഷൂട്ടിംഗ്. അപ്പൊ പുള്ളിക്ക് വരാൻ എളുപ്പം അതാണ്. അങ്ങനെ പാലക്കാടേക്ക് വരും. അങ്ങനെ അവിടെ അപ്പൊ ഈ ഒരു ലൈഫ് ആയിരുന്നു എന്റെ മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസിംഗ് ആണ്. അതെ, ഇത് ചെറുപ്പത്തില് തന്നെ ഇതൊക്കെ കണ്ട് എല്ലാം. അതായത് ഇപ്പോ ഞാൻ സിനിമയുടെ മോശം വശങ്ങളും കണ്ടിട്ടുണ്ട്, സിനിമയുടെ നല്ല വശങ്ങളും കണ്ടിട്ടുണ്ട്, സക്സസ് കണ്ടിട്ടുണ്ട്, ഫെയിലിയർ കണ്ടിട്ടുണ്ട്, എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കത് കണ്ടു വളർന്ന ആളെന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോ ഈ പാരന്റിങ്ങിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഇവര് നമ്മളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് കൺസേൺഡ് ആവാത്ത പാരന്റ്സാ. എന്റെ അച്ഛന് ഭയങ്കരമായിട്ടുള്ള കൺസേൺ ഇല്ല എന്നെ കുറിച്ച് ഓർത്ത്. അതെനിക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. ഞാൻ എങ്ങനെ ആയിത്തീരണം എന്ന് പുള്ളിക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പുള്ളി കൺസേൺഡ് ആയിരിക്കും. പുള്ളി അതൊക്കെ ഭയങ്കര ഫ്രീ ആയിട്ട് വിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ എന്താവണമെന്ന് എനിക്ക് തീരുമാനിക്കാം. എന്നാലിപ്പോ ഈ അഭിനയത്തേക്കുള്ള ഇപ്പം സിനിമയുണ്ട് ജീവിതത്തിൽ, പക്ഷെ എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് ചന്തു ഭയങ്കര ഹാർഡ് കോർ മൂവി ബഫ് ആയിരുന്നു. എനിക്കറിയാം, ഡയറക്ഷനോട് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആളാണ്. അല്ലെങ്കിൽ സിനിമ കാണുക എന്നുള്ളതും സിനിമയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് അത്ര കാര്യമായി കൊണ്ടു നടക്കുന്ന ഒരാളാണ്. ഈ അഭിനയത്തിന് പുറത്ത് അങ്ങനെ തലക്ക് സിനിമ പിടിച്ചിട്ടുള്ള ആളാണ്. അത് ഏത് മൊമെന്റിലാണ് വരുന്നത്? അത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു, സാജൻ എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ. പുള്ളി മരിച്ചുപോയി. പുള്ളി ഹിമാലയത്തിൽ ഷൂട്ട് ചെയ്യുമ്പോഴാണ് പുള്ളിക്ക് ആസ്മ അറിയാലായിരുന്നു. അപ്പൊ പുള്ളി അച്ഛന്റെ ഒരു സുഹൃത്താണ്. പുള്ളി വീട്ടിൽ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ അച്ഛനും പുള്ളിയും കൂടെ സിനിമ ചർച്ചകൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ടുള്ള സിനിമ ആസ്വാദകനാണെങ്കിലും ഭയങ്കരമായിട്ടുള്ള സിനിമ ബഫ് അല്ലായിരുന്നു ആ സമയത്ത്. ഞാൻ മമ്മൂട്ടി ഫാനാണ്, മമ്മൂക്ക പടങ്ങൾ കാണും എന്നുള്ളൊരു ഇതുണ്ട്. അനിയ മോഹൻലാൽ ഫാനാണ്. അപ്പൊ അങ്ങനെ ഒരു അങ്ങനെയുണ്ട്, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതും നടക്കുന്നുണ്ട്. അപ്പോ ഈ സാജൻ എന്ന് പറഞ്ഞ ഒരാളുടെ എൻട്രി, അത് മോഹൻലാലും മമ്മൂട്ടിയാണ് സിനിമ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഫൈറ്റ് മൂഡില് പൊക്കോണ്ടിരിക്കുന്ന ഒരു ജീവിതം. അങ്ങോട്ടേക്കാണ് സാജൻ എന്ന് പറയുന്ന ഡയറക്ടർ വരുന്നത്. പുള്ളി അച്ഛനോട് ഇങ്ങനെ, എന്റെ ഒരു സ്വഭാവം ചെറുപ്പത്തിലെ സ്വഭാവം എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, അതായത് ചെറുപ്പത്തിലേ ഞാൻ വലിയ വായിൽ വർത്തമാനം പറയുന്ന ഒരാളായിരുന്നു. അപ്പൊ എനിക്ക് അച്ഛന്റെ കൂട്ടുകാർ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്റെ കൂട്ടുകാരെന്ന് പറയുന്നവരാണ് എന്റെ കൂട്ടുകാര്. എനിക്ക് കൂട്ടുകാരെന്ന് വെച്ചാൽ എന്റെ കൂട്ടുകാർ സ്കൂളിലുള്ളവര്. അത് കഴിഞ്ഞാല് പിന്നെ പുറത്തുള്ള കൂട്ടുകെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ കൂട്ടുകാരാ, അച്ഛന്റെ സിനിമാ കൂട്ടുകാര്, അങ്ങനത്തെ ഉള്ളവരാ. വീട്ടിൽ വരുന്നവരായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ ഡ്രൈവേഴ്സ് ഉണ്ട്, അച്ഛന്റെ ഡ്രൈവർമാരായിട്ട് വരുന്ന ആൾക്കാർ, അവരൊക്കെയാണ് എന്റെ കൂട്ടുകാർ. അപ്പൊ അവരായിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ള
ഒരു സാധനമുണ്ട് സിനിമയെ കുറിച്ചിട്ടുള്ള. ഈ സാജൻ ചേട്ടനായിട്ട് സംസാരിക്കുമ്പോഴാണ് സാജൻ ചേട്ടൻ ഒന്ന് ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടർ എന്നുള്ള സിനിമയെ പറ്റിയിട്ട് എന്നോട് പറയുന്നത്. അപ്പൊ അതിനെ പറ്റി പറയുമ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ഇത് കണ്ടിട്ടില്ല നീ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അത് കണ്ടു നോക്ക് എന്ന് പറഞ്ഞു. അപ്പോ ഞാനത് ഫസ്റ്റ് ടൈം അത് ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ വേറെ സിനിമ എന്ന് പറയുന്നത് വേറൊരു ഇതിന് വേറൊരു തലമുണ്ട്, വേറൊരു എന്താ സിനിമ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന സിനിമകൾ മാത്രമല്ല, വേറൊരു സിനിമ ഉണ്ടെന്നുള്ളത്. പിന്നെ എനിക്ക് നമ്മളെ ഇന്ത്യ ആവശ്യമുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നില്ലേ, 24 ഫ്രെയിംസ്. അതില് പുള്ളിയുടെ ഇതും ഇതെനിക്ക് സാജൻ ചേട്ടനാണ് ആ സമയത്ത് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഞാൻ കണ്ടിട്ട് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഓപ്പൺ വേൾഡ് ആണ്. അത് അങ്ങനത്തെ സംഭവം ഉണ്ടെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന അവിടെ നിന്നാണ് ഞാൻ സിനിമ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത്. എനിക്ക് ഞാൻ 6ലോ 7ലോ ഇതൊക്കെ പഠിക്കുന്ന സമയം തോന്നുന്നു. അപ്പോഴും ചന്തു ഒരു ആക്ടിങ് എന്നുള്ളത് ഒരു പ്രൈമറിയോ ഫസ്റ്റ് പാഷനോ ആയിട്ട് ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? എന്റെ മനസ്സില് സിനിമയുടെ ഭാഗമാവണമെന്നുണ്ട്. പക്ഷെ എന്റെ ചെറുപ്പത്തില് ഒരുപാട് ലുക്ക് ബേസ്ഡ് കളിയാക്കലുകൾ ഏറ്റിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ലുക്ക് കൊള്ളില്ല, കാണാൻ കൊള്ളില്ല എന്നുള്ളൊരു സാധനത്തിന്റെ ഇതിൽ വളർന്ന ഒരാളായതുകൊണ്ട് എനിക്കൊരിക്കലും ഞാനൊരു ആക്ടർ ആയി കഴിഞ്ഞിട്ട് ആക്ടറിന് സൗന്ദര്യം വേണം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അത് കേട്ട് ഇങ്ങനെ കേട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ അടുത്ത് ഞാൻ ആക്ടർ ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് ആൾക്കാർ പറഞ്ഞിരുന്നത് തമിഴ് സിനിമയിൽ ഭാവി ഉണ്ടാവുമെന്നാണ്. അതൊരിക്കലും ഞാൻ തമിഴ് സിനിമയിൽ രക്ഷപ്പെടണമെന്ന് ഓർത്തിട്ടില്ല. അത് കറുത്ത ആള് തമിഴ് സിനിമയിലാണ് വരേണ്ടതെന്നുള്ളൊരു ഒരു പൊതുബോധം അങ്ങനത്തെ ഒരു അതിൽ വളർന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത പോയിട്ടില്ല. അപ്പൊ ആക്ടർ ആവാൻ പറ്റില്ല എന്നെ കൊണ്ട് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അത് ഞാൻ ഈ കണ്ണാടിയിലൊക്കെ നമ്മൾ അഭിനയിച്ചു നോക്കുമല്ലോ ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോഴും എനിക്ക് ഇതിന്റെ ബേസിൽ വളർന്നതുകൊണ്ട് എനിക്ക് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ പറ്റില്ല. എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ കരഞ്ഞാലും കാണാൻ കൊള്ളില്ലാത്തതുകൊണ്ട് എനിക്ക് ഇത് പറ്റില്ല. എനിക്കൊരിക്കലും സാറ്റിസ്ഫാക്ഷൻ പറ്റില്ല, എനിക്ക് ഇഷ്ടപ്പെടില്ല. എന്നെ കണ്ടാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഒരു സ്റ്റേജിൽ വരുമ്പോഴാണ് എനിക്കൊരു കോളേജിൽ ഒരു പ്രണയം ഉണ്ടാവുന്നതും. അങ്ങനെ എന്റെ അടുത്ത് ഒരാൾ ആദ്യമായിട്ട് കാണാൻ കൊള്ളാന്ന് പറയുന്നത് ആ കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ നമുക്കൊരു കോൺഫിഡൻസ് ആയി. ഓക്കെ, കുഴപ്പമില്ലല്ലോ, അപ്പൊ പ്രശ്നമില്ല എന്നുള്ളൊരു ഇത് വന്നു. പ്രണയിക്കുന്നവർ അങ്ങോട്ടും കൂടി കാണാൻ കൊള്ളാന്നൊക്കെ പറയും. പക്ഷെ അതൊരു കോൺഫിഡൻസ് ആയിരുന്നു, ആത്മവിശ്വാസമായിരുന്നു. എന്നോട് ആദ്യമായിട്ട് ഒരാൾ പറയുന്നത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറയുന്നത് ആ കുട്ടിയാണ്. അപ്പോഴാണ് അതാണ് എന്റെ ശരിക്കും ആത്മവിശ്വാസം എനിക്ക് തരുന്നത്. ഞാൻ പിന്നെ ചെറുപ്പത്തിലേ തന്നെ ഇങ്ങനെ ഒരുപാട് തള്ളി ജീവിക്കുന്ന ഒരാളാണ്. തള്ളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ആഗ്രഹങ്ങളൊക്കെ വലുതായിരിക്കും എപ്പോഴും. അപ്പൊ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ആഗ്രഹം ഓസ്കാർ വാങ്ങണമെന്നായിരുന്നു. അപ്പൊ അതിന്റെ സ്ക്രീൻ റൈറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോളേജിൽ വന്നിരിക്കുന്നത്. BA ലിറ്ററേച്ചർ പഠിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് തന്നെ. സ്ക്രീൻ റൈറ്റിംഗ് പഠിച്ചിട്ട് ഓസ്കാർ വാങ്ങണം എന്നുള്ളൊരു സാധനത്തിന്റെ പുറത്താണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ സാധാരണ ഓസ്കാർ എന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിക്കാറുണ്ട്. പക്ഷെ ആ കുട്ടി മാത്രം ചിരിച്ചില്ല. ആ കുട്ടി പറഞ്ഞ ഒരു ദിവസം കിട്ടും എന്നുള്ളൊരു സാധനം തന്നെ എനിക്ക്. അതന്നെ അത് എന്റെ ലൈഫില് അമ്മയ്ക്ക് ശേഷം ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പൊ അതും ഞാൻ സിനിമയിലേക്ക് ഇത് ആക്ടിങ്ങും ആത്മവിശ്വാസം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. ചെറുപ്പം പോലെ ഇങ്ങനെ പുള്ളി ചെയ്ത തളർത്തുന്ന ഒരാള്. അപ്പൊ എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഇനി എത്ര പുള്ളി ചെയ്താലും ഇല്ല, ഒരു കാട്ടാമൃഗത്തിന്റെ തോല്. അതെ, അപ്പൊ അത് ഒരു പ്രശ്നം അല്ല എനിക്കിപ്പോ. കാരണം അത് ഞാൻ ഇതൊക്കെ കണ്ടു വളർന്ന ഒരാളാണ്. എന്റെ അച്ഛനെ തെറി പറയുന്നത് കേട്ട് വളർന്ന ആളാണ്. അപ്പൊ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അപ്പോ ആക്ടിങ്ങിലേക്ക് വരാനുള്ള കാരണം എനിക്കിത് പറയണം, എനിക്ക് എവിടെയും ഇന്റർവ്യൂവിൽ പറയണമെന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. ഞാനും മനീഷ് ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് സിനിമ വെള്ളിയാഴ്ചകൾ കണ്ടുപിട്ടിരുന്ന സുഹൃത്തുക്കളായിരുന്നു. ഏതെങ്കിലും ഒരു കോണിൽ ഒരു സാധനമുണ്ട്. അപ്പൊ എനിക്കും ഇതുണ്ട്, കാരണം വെള്ളിയാഴ്ച മനീഷ് ചേട്ടൻ സിനിമ കാണാൻ വരുമെന്നുള്ളത് എനിക്കറിയാം. അപ്പൊ ഞാനും അവിടെ ഉണ്ടാവുന്ന മനീഷ് ചേട്ടനും അറിയാം. നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്നത് തിയേറ്ററിനകത്താണ്. അതിനുശേഷം നമ്മൾ ഒരു ബ്രീഫായിട്ട് കുറച്ചൊരു ഡിസ്കഷൻ ഉണ്ടാവും, സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള സാധനമൊക്കെ ഉണ്ടാവും. അപ്പൊ വെള്ളിയാഴ്ചകളിൽ ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് പോകുന്നതും പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ
അങ്ങനെയാണ് നമ്മളെ പോലെ സൗഹൃദം വരുന്നത്. ശരിക്കും സിനിമയിലേക്ക് വരുന്നതിന് മുമ്പുള്ള സുഹൃത്താണ്. എന്റെ ആ ഫേസ് ഫസ്റ്റ് കണ്ടിരിക്കുന്ന ഒരാള് മനീഷേട്ടൻ. അത് മാത്രമല്ല ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ചന്തു സിനിമയെ കുറിച്ച് ഇപ്പോ അഭിനയിച്ചു തുടങ്ങിയതിനു ശേഷം എഴുതാൻ വളരെ ക്ലാരിറ്റിയിൽ എഴുതുന്ന ആളാണ്. ഞാനിപ്പോ ഒരു ചന്തു അഭിനയിക്കാത്തൊരു സിനിമയെ കുറിച്ച് എഴുതുന്ന ആളെ പോലെ, ഞാൻ നരിവേട്ടയെ കുറിച്ച് എഴുതുന്നതാണെങ്കിലും അത് ഭാഷാപരമാണെങ്കിലും അതിൽ ഉപയോഗിക്കുന്ന വൊക്കാബുലറി ആണെങ്കിലും ഭാഷയിൽ ഒരു പിടുത്തം ഉണ്ടാവും, ഒരു കൈയടക്കം ഉണ്ടാവില്ല. വളരെ നല്ല തെളി മലയാളത്തിൽ നന്നായിട്ട് എഴുതി ആ സിനിമയെ കുറിച്ചുള്ള എൻ്റെ എപ്പോഴും സിനിമയ്ക്കകത്തുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ഡിപ്ലോമസി ആവാം, അല്ലെങ്കിൽ എല്ലാവരെയും പ്രൈസ് ചെയ്തു പോയി, അങ്ങനെ ഒരു ന്യൂട്രൽ ഇത് പിടിക്കാതെ ഭയങ്കര തെളിച്ചെഴുതുന്ന ഒരു സംഗതി കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഒരു ഭാഷയിൽ ഭയങ്കര ഒരു കൈയടക്കം ഉണ്ടല്ലോ എന്നുള്ളത്. ശരിക്കും അങ്ങനെ ഒരു എഴുത്തിന് ആഗ്രഹിച്ചിരുന്നു അല്ലെ, സിനിമയിൽ എഴുതുക എന്നുള്ളത്. അതായത് എങ്ങനെയും സിനിമയിൽ തന്നെ ഒന്നാണല്ലോ, കളർ ലുക്കില്ലാത്തവൻ ഒരിക്കലും അഭിനയിക്കാൻ പറ്റില്ല. പിന്നെന്താ ഉള്ളത് നോക്കുമ്പോ എഴുത്താണ്. അപ്പൊ എഴുതാം എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പോ എനിക്ക് അച്ഛന്റെ ആത്മകഥയുടെ അതായത് പണ്ട് എഴുതി വെച്ചിരിക്കുന്ന ആത്മകഥയാണ്. ഇപ്പൊ ഈ അടുത്ത് പബ്ലിഷ് ചെയ്തത്, വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന. ഞാനത് വായിച്ചിട്ടുണ്ട്. അതിന്റെ തുടക്കത്തിൽ മറ്റേ ഫസ്റ്റ് പേജിൽ എഴുതുന്ന ഒരു സാധനമല്ലേ, അതായത് MT പോലെ എഴുതണോ, പത്മനാഭനെ പോലെ എഴുതണോ. പുള്ളി ചിന്തിച്ചു, പക്ഷെ അങ്ങനെ എഴുതി നോക്കി, പക്ഷെ നടന്നില്ല. അച്ഛൻ തീരുമാനിച്ചു എന്നെ പോലെ എഴുതാന്നുള്ളത്. അപ്പൊ അതെന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. എന്നെ പോലെ എഴുതാം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. എനിക്ക് വൈക്കം മുഹമ്മദ് ബഷീർ ഭയങ്കര പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. അപ്പൊ ബഷീർ എന്താണ് എഴുതുന്നത് അതുപോലെയൊക്കെ ആക്കാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കുമായിരുന്നു. ബഷീർ എങ്ങനെ എഴുതുന്നത് അത് അനുകരിക്കാൻ ശ്രമിക്കുമായിരുന്നു. ഞാൻ ശ്രമിച്ച് എന്റേതായിട്ടൊരു ശൈലി എനിക്ക് വന്നു. ബഷീറിലേക്ക് പോയില്ല, ചന്ദൂര് തന്നെ നിൽക്കുകയും ചെയ്തു. പക്ഷെ എന്റേതായിട്ടുള്ള ശൈലി എനിക്ക് രൂപപ്പെട്ടു വന്നു. അതിന് ഞാൻ ഭയങ്കര ബുക്ക് വായിക്കുന്ന ഒരാളല്ല. ചെറുപ്പത്തിലെ വായിച്ചിരിക്കുന്ന പുസ്തകങ്ങളെ ബേസ് ചെയ്താണ് ഞാൻ ഇപ്പോഴും, അതാണ് എന്റെ ഭാഷയിലുള്ള ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഡെന്നിസ് ജോസഫിന്റെ ബഞ്ചാര എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വായിക്കുന്ന പുസ്തകം അതാണ്. അതായത് ഒരു പുസ്തകമായിട്ട് വായിക്കുന്നത് ബഞ്ചാരയാണ്. അപ്പൊ ഈ ബഞ്ചാര വായിച്ചപ്പോ, ബഞ്ചാരയിൽ ഒരു കഥകളുണ്ട്. ബഞ്ചാര എനിക്കൊന്ന് ഗ്രൂപ്പ് കളക്റ്റീവ് ആണ്, എന്തോ ഷോർട്ട് സ്റ്റോറീസ് കഥാസമാഹാരമാണ്. അപ്പൊ അത് വായിച്ചിട്ട് ഞാൻ എക്സൈറ്റഡ് ആയി. എന്നിട്ട് എനിക്ക് ഡെന്നിസ് ജോസഫിനെ വിളിച്ചു തന്നു അച്ഛൻ. അതില് ഒരു തീവണ്ടിയുടെ ഒരു ഷോർട്ട് സ്റ്റോറി ഒക്കെ ഉണ്ട്, എനിക്ക് പേര് പറഞ്ഞു. ഞാൻ കുറെ ഇതുണ്ട്. അത് വായിച്ചിട്ട് എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ എഴുത്തിനെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത്. ബഞ്ചാര എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ട്, എനിക്കൊന്ന് ഇപ്പൊ അവൈലബിൾ അല്ലാന്ന് തോന്നാം പുസ്തകം. അപ്പൊ ആ പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ എഴുത്തിന്റെ ഒരു പരിപാടിയില്. പിന്നെ ബഷീർ അങ്ങനെ ആ ഒരു രീതിയിൽ ബഷീറിന്റെ കുറെ പുസ്തകങ്ങൾ അച്ഛൻ്റെ അടുത്തുണ്ട്. അച്ഛനൊരു ലൈബ്രറി ഉണ്ട്, അച്ഛൻ നന്നായിട്ട് വായിക്കുന്ന ആളാ. അച്ഛന്റെ ലൈബ്രറിയിൽ നിന്നുള്ള ചെറിയ ചെറിയ പുസ്തകങ്ങൾ ഉണ്ടാവുമല്ലോ, കനം കുറഞ്ഞ പുസ്തകങ്ങള്, അത് വായിച്ചാണ് വലിയ പുസ്തകങ്ങളിലേക്ക് മാറി. പിന്നെ ഇട്ടിക്കോര വായിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു പിന്നെ ഞാൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, NN പിള്ളയുടെ ആത്മകഥ. ഒരു ഗംഭീര പുസ്തകമാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് വായിച്ച ഓരോ ചാപ്റ്റർ ഓരോ സിനിമയാക്കാം. ഇടയ്ക്ക് രാജീവ് രവിയുടെ പടം വരുന്നുണ്ടാവുന്നൊരു വാർത്തയുണ്ടായിരുന്നു. അത് ഓരോ ചാപ്റ്റർ ഒരു സിനിമയാക്കാൻ പറ്റുന്നതാണ്. ആ പുസ്തകം ഒറ്റയടിക്ക് സിനിമയാക്കാൻ ഒരിക്കലും പറ്റില്ല. അതിപ്പോ ലോക ചാപ്റ്റർ പറഞ്ഞ പോലെ ഇത്ര ചാപ്റ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു വലിയ ലൈഫ് ഉണ്ടായിരുന്ന ഒരാളാ, ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടർ എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് എനിക്ക് NN പിള്ള എന്ന് പറഞ്ഞത്. അപ്പൊ അത് ആ പുസ്തകം ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഇത്ര ഞാൻ വായിച്ചിട്ടുള്ള കുറെ ലിമിറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളിലാണ് ശരിക്കും അതാണ് ബേസ്. അത് തന്നെയാണ് എപ്പോഴും ബേസ്. പുതിയ പുസ്തകങ്ങൾ വായിച്ചിട്ട് ചിലത് പിന്നെ വേറൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ടെക്നിക്ക് പോലെ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ചില പുസ്തകങ്ങൾ ഞാൻ പകുതി വായിക്കും, ബാക്കി പകുതി ഞാൻ ഉണ്ടാക്കും. പകുതി വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. ബാക്കി പകുതി ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്കത് കഥ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധനം ഉണ്ടാവും. കഥകൾ ഡെവലപ്പ് ഇമാജിനേഷൻ്റെ ഒരു പരിപാടികളുണ്ടല്ലോ. ഇത് ഞാൻ ആദ്യം മനസ്സിലാക്കുന്ന എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിലെ എന്നെ അച്ഛൻ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് നോണ പറയാനായിട്ട്. അത് വീട്ടിലാരെങ്കിലും വരുമ്പോ അച്ഛനോട് ഇല്ല എന്ന് പറയാനുള്ള ഒരു സാധനം ഉണ്ടാവല്ലോ. അച്ഛൻ വെളുപ്പിന് 4 മണിക്കൊക്കെ ഇരിക്കും വന്നേക്കണം. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെ ആൾക്കാർ വന്ന് തുടങ്ങും. ഇന്ന കാര്യങ്ങള്, അമ്പലത്തിലെ പിരിവ് അതെന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാവർക്കും പിരിവ് കൊടുക്കാനുള്ള കാശ് അച്ഛൻ്റെ അടുത്ത് ഇല്ല. അച്ഛൻ ചില സ്ഥലങ്ങളിൽ മാത്രം ഇത് ചെയ്തിട്ട് ചില ആൾക്കാരെ കാണുമ്പോ പറയണ എന്ന് പറയും. അങ്ങനെ ഞാൻ പുറത്തു പോയിട്ട് അച്ഛൻ ഇവിടെ ഇല്ല
എന്നുള്ള സാധനം പറയണം. ഇതാണ് എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത് അച്ഛൻ. അച്ഛനവിടെ ഇല്ലാന്ന് നുണ പറയണം എന്നുള്ളത്. ഞാനവിടെ ചെന്നിട്ട് കഥകൾ പറയാൻ തുടങ്ങി. അച്ഛനാണ് എന്നെ ആദ്യമായിട്ട് നോട്ട് ചെയ്യുന്നത് ഈ സാധനം. ഞാൻ ചെന്നിട്ട് അച്ഛന് വന്നിരുന്നു, വന്നിട്ട് ഇവിടുന്ന് പോയി എന്ന് പറയാം. ചെറുപ്പത്തില്ല, വന്നിട്ട് ഇവിടുന്ന് പോയി. അപ്പൊ പാലക്കാട് എവിടെയാണ് ഷൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവരോട് സംസാരിക്കുന്ന സ്റ്റോറി. അത് ഞാനിവിടെ ഇല്ലാന്ന് മാത്രം പറഞ്ഞാൽ മതി, പ്രശ്നം തീർന്നു. ഞാൻ അവിടെ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്ന സാധനം ഇത് അച്ഛനാണ്. അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ ഇവരിങ്ങനെ വലുതാവുമ്പോ വലിയൊരു നുണയനാവുന്ന പേടിച്ചോണ്ടിരുന്നത്. ശരിക്കുള്ള ആദ്യം അതായിരുന്നു അച്ഛന്റെ ആദ്യം. ഞാൻ എന്റെ കഥകൾ ഞാൻ ഡെവലപ്പ് ചെയ്യാൻ കിട്ടുന്ന അവസരമാണ് എനിക്ക്. ഒരാളോട് കഥ പറയുന്നത്, അയാളെ കേട്ട് നിൽക്കുന്നതൊക്കെ ഇതാണ്. അപ്പൊ വിശ്വാസയോഗ്യമായ കഥകൾ പറയണം എന്നൊരു അത് റിസ്ട്രെയിൻ ആയിട്ട് കിടപ്പുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്നുകൊണ്ട് കഥകൾ പറയാം എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പൊ അത് ഞാൻ ട്രെയിൻ ചെയ്തത് അമ്പല കമ്മിറ്റിക്കാരുടെ അടുത്ത് കഥ പറഞ്ഞാണ്. അപ്പൊ അതൊരു ഗുണമാണ് എഴുത്തിലുള്ള. കഥകൾ പറയാനുള്ള ഒരു സാധനമുണ്ട്. ഇപ്പോഴും എന്റെ അടുത്തൊരു കഥ പറയാൻ പറഞ്ഞ എന്റെ അടുത്തൊരു കഥ ഉണ്ടാവും. വിശ്വസനീയമായി പറയാൻ പറ്റുന്ന ഒരു ലോജിക്കൽ കഥ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്നത് ലോജിക്കില്ലാത്ത കഥകളാണ്. ലോജിക്കൽ ഇല്ലാത്ത കഥകൾ കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന ഒരാളാണ് എനിക്ക്. അപ്പൊ എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു എന്താ ഡിഫറെന്റ് ആയിട്ടുള്ള കഥകൾ ഉണ്ടാക്കണം എന്നുള്ളൊരു ഇതുള്ള ആളാണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ബോണ്ടിങ് സെറ്റ് ചെയ്യാന്ന് പറയില്ല. ഇപ്പം സിനിമയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ചന്തു ഭയങ്കരമായിട്ട് അടുപ്പം ഉണ്ടാക്കുന്നുണ്ട് ആ സിനിമയായിട്ട് അസോസിയേറ്റ്. ഇപ്പം മഞ്ഞുമലാണെങ്കിലും ലോകയാണെങ്കിലും അവിടെ ഒരു സൗഹൃദം ഉണ്ടാകുന്നുണ്ട്. നമ്മളിപ്പോഴും ഓൺ സ്ക്രീൻ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ചിലപ്പോൾ ആളുകൾ പ്രൊഫഷണലായിട്ട് അഭിനയിക്കുന്നു, കൈകൊടുത്ത് പിരിയുന്നു, അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പിന്നിട്ട സിനിമ, ഇപ്പം നടികറാണെങ്കിലും പൈങ്കിളിയാണെങ്കിലും പിന്നിട്ട സിനിമകളുടെയൊക്കെ കാര്യത്തിൽ അവിടെയൊക്കെ ഒരു ഭയങ്കര ഒരു ബോണ്ടിങ്, ചങ്ങാത്തം രൂപീകരിക്കുന്നുണ്ടല്ലോ. ഇപ്പം ഈ പറഞ്ഞ ലോകയുടെ ആണെങ്കിലും നസ്ലൻ പിന്നെ അരുണിന്റെയും ചന്തുവിന്റെ ആ കോമ്പിനേഷൻ വർക്കാവുന്നത് നിങ്ങൾക്കിടെ ഓഫ് സ്ക്രീൻ കെമിസ്ട്രി കൂടി അതിൽ ഭയങ്കര പൊരുത്തപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, അത് ബോണ്ടിങ് ഞാൻ ആക്ച്വലി ഒരു സുഹൃത്തുക്കളുടെ ആളാണ്. സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന ആളാണ്. ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, എനിക്ക് എൻ്റെ 1ാം ക്ലാസ് തൊട്ടുള്ള സുഹൃത്തുക്കളാണ് ഇപ്പോഴും ഉള്ളത്. ഞാൻ ഇന്നലെ അവിടെ ആയിരുന്നു, ആ സുഹൃത്തുക്കളുടെ കൂടെ ആയിരുന്നു. എന്നെ 1ാം ക്ലാസ് തൊട്ട് അറിയാവുന്ന ആൾക്കാരാണ് അവർ. അപ്പൊ എന്റെ സുഹൃത്തുക്കൾക്ക് എന്നെ നന്നായിട്ട് അറിയാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യില്ല എന്നൊക്കെയുള്ള അവർക്ക് അറിയാൻ പറ്റും. ആ ഇപ്പൊ എന്റെ 1ാം ക്ലാസ് തൊട്ട് 25 വർഷത്തുള്ള സൗഹൃദമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അത് അവര് 25 അല്ല, ഈ 20 വർഷത്തെ സൗഹൃദമുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഇവർക്ക് അറിയാം എന്നെ. അതേ രീതിയിൽ തന്നെ എന്റെ പുതിയ സുഹൃത്തുക്കൾക്ക് തന്നെ അറിയാം ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യില്ല. ഇത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത് അവൻ പറഞ്ഞതല്ലല്ലോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സൗഹൃദങ്ങളാണ് എനിക്കുള്ളത്. അല്ല, എന്നെ തെറ്റിദ്ധരിക്കുന്ന സുഹൃത്തുക്കൾ കുറവാണ് എനിക്ക്. കാരണം നമ്മൾ അത്ര അടുത്തറിയുന്ന ആൾക്കാരാണെങ്കിൽ മാത്രമേ. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ സൗഹൃദങ്ങൾ നിലനിൽക്കുന്നത് റെയറാണ്, വളരെ റെയറാണ്. അപ്പൊ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്നൊരു സൗഹൃദം വിടാനൊന്നും പറ്റില്ല. സുഹൃത്തുക്കളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മഞ്ഞുമലിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഞാൻ മഞ്ഞുമല കഴിഞ്ഞ ശേഷം ഞാൻ മഞ്ഞുമലിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് ശ്രീരാഘേട്ടനും ഞാനും കൂടെ ഒരു വീട്, ശ്രീരാഘേട്ടനാണ് മഞ്ഞുമലിന്റെ സൗണ്ട്, അതായത് ആ റീപ്പിന്റെ ഒക്കെ സിങ്ക് സൗണ്ട് ചെയ്ത് വൈശാഖം എന്ന് പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആണ്. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഒരു വീടെടുത്ത് താമസിക്കുന്നത് ഇപ്പൊ. അപ്പൊ ഞങ്ങള് അതവിടെ ആ മഞ്ഞുമൽ എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ഉണ്ട്, തുടരുന്നുണ്ട്. മഞ്ഞുമൽ അവിടെ തുടരുന്നുണ്ട്. പിന്നെ രോഹിത് മഞ്ഞുമല്ല ഫോട്ടോഗ്രാഫറാണ് രോഹിത്, അവനാണ് ആവേശം ചെയ്തത്. അപ്പൊ രോഹിത് എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പൊ അത് എനിക്കൊരു എന്താ ഇപ്പൊ ആവേശം ടീമിന്റെ കൂടെ. അപ്പൊ പിന്നെ അടുത്ത് പൈങ്കിളി ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഷൻ ഷാനവാസ് ഉണ്ടായിരുന്നു അവിടെ, ജിത്തു ചേട്ടനുണ്ട്, സജിൻ ചേട്ടനുണ്ട്. അപ്പൊ അതും കവറായി, കണക്റ്റഡ് ആണ്. കാരണം ഇതൊരു ഗ്രൂപ്പ് കണക്റ്റഡ് ഇതാണ്. പിന്നെന്ന് വെച്ചാൽ ഞാൻ ലോകയാണ് ചെയ്തത്. പിന്നെ അപ്പൊ ലോക പിന്നെ ചെയ്തതല്ല, പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകയാണ്. അപ്പൊ ലോകയിലേക്ക് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഡൊമിനിക്കേട്ടനും ഞാനും തമ്മിൽ വളരെ അടുത്തൊരു സൗഹൃദം ഫസ്റ്റ് ഡേ തൊട്ട് എന്തോ ഒരു കണക്ഷൻ കിട്ടി. അതാണ്. അല്ലെങ്കിൽ എനിക്ക് കണക്ഷൻ ഇല്ലാതെ എനിക്ക് പെട്ടെന്ന് സുഹൃത്താവാൻ പറ്റുന്നില്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കൂടുതൽ സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ടായി ഉള്ളതാണ്. കാരണം വിവേക് അനിരുദ്ധ ആണെങ്കിലും നിമിഷ് ആണെങ്കിലും പിന്നെ ADs കുറെ പേരുണ്ട്. അതിൽ ദീപക് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു വളരെ അടുത്ത സുഹൃത്തായി. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്റ്റഡ് ആയി. പിന്നെ ലോകയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. അവിടെയും രോഹിത് ഉണ്ട്, കുര്യനുണ്ട്, നസ്ലിനുണ്ട്, കല്യാണിയുണ്ട്. എന്ന് വെച്ചാൽ നസ്ലിനായിട്ടുള്ള സൗഹൃദം, കുര്യനായിട്ട് 2 വർഷമായിട്ട് കുര്യൻ ഞങ്ങൾ ഒരുമിച്ച് കഴിയുന്ന ആൾക്കാരാണ്. എല്ലാം എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ചാണ്.
കുര്യനായിട്ട് അത് ഓൾറെഡി ഒബ്വിയസ്ലി അത് ഉണ്ടാവും. നസ്ലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഇതിന് കുറെ സിനിമകൾ വർക്ക് ചെയ്യണ്ട. ഞാൻ നസ്ലിന് ഇതിനു മുമ്പും ലോകയ്ക്ക് മുമ്പ് ഒരുപാട് സിനിമകൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള, പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. ഇവൻ ലോകയ്ക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു സിനിമ അത് വരേണ്ടതായിരുന്നു, പക്ഷെ അത് നടന്നില്ല. ലോകയിലാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം ഒന്നിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഈ ഫസ്റ്റ് അസോസിയേറ്റിന്റെ സിനിമ തൊട്ടേ ഞങ്ങള് നമ്മള് ട്രാക്ക് ചെയ്യാന്ന് പറയില്ലേ, അതായത് അന്ന് ഞങ്ങൾ സുഹൃത്തുക്കളാവേണ്ടിരുന്നതാണ്. പക്ഷെ നമ്മൾ അന്ന് പോലെ നമ്മൾ തമ്മിൽ അതായത് അങ്ങോട്ട് ബന്ധമില്ലാത്തൊരു ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ അന്തർധാര സജീവമായിരുന്നു. അപ്പൊ അത് ലോകയില് കുറെ ഇത് തന്നിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ഡേ അവനെ കാണുമ്പോഴാണെങ്കിലും ഞാൻ അതിനും അവന്റെ ലൊക്കേഷനിൽ പോയിരിക്കുന്നത് ആലപ്പുഴ ജിങ്കാനയുടെ ലൊക്കേഷനിലാണ്. അവിടെ എന്റെ റെയിംക്കെന്റെ സുഹൃത്താണ്. അപ്പൊ അവിടെ എനിക്ക് പോയി കയറി ചെല്ലാനുള്ള ഇതുണ്ട്. അവിടെ പോയി ഇടയ്ക്ക് എനിക്ക് ലൊക്കേഷൻ ഫുഡ് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അത് സിനിമ ഇല്ലാതിരിക്കുന്ന സമയത്ത് ലൊക്കേഷൻ ഫുഡ് കഴിക്കണമെന്ന് ഒരു നൊസ്റ്റാൾജിയ സാധനം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കയറി ചെന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അത്. ഞാൻ അവിടെ പോയി ഫുഡ് കഴിക്കാൻ പോകാറുണ്ടായിരുന്നു. പിന്നെ ഗണു ഉണ്ട് അവിടെ. ഗണു വളരെ അടുത്ത്, എനിക്ക് എന്ത് ബ്രദറിനെ പോലെയാണ്. ഗണു അവിടെ ഉള്ളതുകൊണ്ട് അവിടെ പോയിരുന്നു. അങ്ങനെ എനിക്ക് നസ്ലിന് പരിചയമുണ്ട്. അല്ലാതെ നേരിട്ട് കണ്ടുള്ള പരിചയം അവിടെ വെച്ചാണ്. ലോകയിലേക്ക് വരുമ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ നസ്ലിനായിട്ടുള്ള സുഹൃത്ത് ബന്ധം വളരെ, അതായത് ഞങ്ങള് ബാംഗ്ലൂരിന്ന് തിരിച്ചിങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വന്നു. അതായത് ഞാനും നസ്ലിനും രോഹിത്തും കുര്യനും കൂടെ അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോകാനായിരുന്നു പ്ലാൻ, ബാംഗ്ലൂർക്ക്. പക്ഷെ എനിക്ക് മടി, ഒരു ഡ്രൈവ് ചെയ്യട്ടെന്നുള്ള മടി കാരണം ഞാൻ ഫ്ലൈറ്റ് എടുത്തു. നസ്ലിം മാത്രം ഡ്രൈവ് ചെയ്തു, ഒറ്റയ്ക്ക് പോയി. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ബാംഗ്ലൂർക്ക് പോയി. കാരണം അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല ഡ്രൈവ് ചെയ്ത് പോകാൻ, നസ്ലിന്. പക്ഷെ രോഹിത്തിനും കുര്യനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. ഒരു ഡ്രൈവ് പിടിച്ചാലോടാ എന്ന് പറഞ്ഞിട്ട് കുര്യൻ വന്നതാ. ലാസ്റ്റ് കുര്യനെ ഒഴിഞ്ഞു, കുര്യൻ ഫ്ലൈറ്റിന് പോയി. നസ്ലിൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയത്. അപ്പൊ തിരിച്ചു വരുമ്പോ ഒറ്റയ്ക്ക് ആവരുന്നുള്ളൊരു സാധനം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും അവനും കൂടെ തിരിച്ചിങ്ങോട്ട് വരാൻ തന്നെയായിരുന്നു. കുര്യന് UK വിസയുടെ ഒരു പ്രോസസ്സിംഗ് ഉള്ളതുകൊണ്ട് കുര്യന് വേറെ എവിടെ പോകേണ്ടതുകൊണ്ട് കുര്യന് വരാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങള് രണ്ടുപേരും മാത്രം ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി ഓടിച്ചു വരുന്ന വഴിയിൽ നസ്ലിൻ അവന്റെ കഥകൾ പറഞ്ഞു, ഞാൻ എന്റെ കഥകൾ പറഞ്ഞു. നസ്ലിന്റെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുറെ കഥകളുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്ന നസ്ലിൻ, അതായത് പ്രേക്ഷകർ കാണുന്ന നസ്ലിൻ ഒന്നും അല്ല, പുറകില് വേറൊരു നസ്ലിനുണ്ട്. അവൻ സിനിമയിൽ വരാനുണ്ടായ സാഹചര്യങ്ങളും അത് വെറുതെ കോളേജിൽ പോയി ഒരുത്തനെ പിടിച്ചു സിനിമയിൽ നിർത്തിയതൊന്നും അല്ല. അതിന്റെ പിന്നില് വേറെ വേറെ കഥകളുണ്ട്. പക്ഷെ അവനതൊന്നും പറഞ്ഞ് എന്താ അതിന്റെ ഒരു ഇത് കളയാനോ അതൊന്നും അവന് താല്പര്യമില്ല. അത് അങ്ങനെ എങ്ങനെയാണോ ആൾക്കാർ ചിന്തിക്കുന്നത് അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളൊരു ഇതുള്ളൂ. അതിന്റെ പിന്നിൽ ഇത്ര കഷ്ടപ്പാടുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു എന്നൊന്നും പറയാനെങ്ങും താല്പര്യപ്പെടുന്നില്ല അവൻ. അപ്പൊ ആ ഒരു സൗഹൃദം അന്നാണ് അത് ഭയങ്കരമായിട്ടുള്ളൊരു വലിയൊരു ബോണ്ടിലേക്ക് മാറുന്നത്. ഈ മഞ്ഞുമ്മലാണെങ്കിലും ഗണു ബാലു ഒക്കെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവര് ബോണ്ടിങ് അത് എല്ലായിടത്തും നമ്മൾ ഉണ്ടാവുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഒരു ബോണ്ട് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ബോണ്ട് എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഡൊമിനിക്കേട്ടനാണെങ്കിലും ഡൊമിനിക്കേട്ടൻ അത് കല്യാണി ആണെങ്കിലും കൂടി എന്തെങ്കിലും അപ്പൊ സ്റ്റേജിൽ കയറുമ്പോൾ ഡൊമിനിക്കേട്ടൻ്റെ അടുത്ത് പറയാണ്ട് നീ എന്റെ അടുത്ത് നിൽക്കണേടാന്ന് പറയും. അങ്ങനത്തെ ഒരു സൗഹൃദം ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് ഡൊമിനിക്കേട്ടന്റെ കൂടെ നിൽക്കാനാണ് ഇഷ്ടം. ഞങ്ങള് ട്രെയിലർ ലോഞ്ചിനാണെങ്കിൽ ഞാൻ ഡൊമിനിക്കേട്ടൻ്റെ അടുത്ത് ഇരിക്കണ. കാരണം ഡൊമിനിക്കേട്ടന്റെ പേടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ട്രോമ കിട്ടിയ ആളാണ്. ഒരു തരംഗം എന്ന് പറയുന്നത്. അപ്പൊ അത് പുള്ളിക്ക് ഒരിക്കലും ഇനി ആവർത്തിക്കപ്പെടരുതെന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് പുള്ളിയെ തകർത്ത് കളഞ്ഞ സാധനമാണ്. ഇത് തരംഗത്തിന്റെ പരാജയം മാത്രമല്ല, ഒരു പരാജയത്തിന് ശേഷം ബാക്കിയുള്ളവർ അയാളെ കാണുന്നതുണ്ടല്ലോ, സ്പേസ് കൊടുക്കില്ല. കഥ പറയാൻ ഇഷ്ടപ്പെട്ടാലും 2-3 കൊല്ലം വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന നടന്മാരുണ്ട്. ഇയാള് ചെയ്ത് ശരിയാവോ എന്നൊക്കെ. കാരണം ആ വെയിറ്റിംഗ് പീരീഡ് എന്നൊക്കെ പറഞ്ഞ് ഇയാളെ സെൽഫ് ഡൗട്ട് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കുറഞ്ഞിരിക്കുന്ന സമയമായിരിക്കും. അപ്പൊ അത് അങ്ങനെ ഒരു ഇതിലിരിക്കുന്ന ആള് ഈ സിനിമയുടെ റിലീസിന് മുമ്പ് വരെ ടോണിക്കേട്ടൻ ഇപ്പോഴും സെയിം ആളാണ്. അത് വേറൊരു ക്വാളിറ്റി അദ്ദേഹത്തിന്. കാരണം അയാൾ ഇപ്പോഴും സെയിം ആള് തന്നെയാണ്. പണ്ടുണ്ടായിരുന്ന സുഹൃത്തുക്കൾ തന്നെ ഇപ്പോഴും ഉള്ളൂ. അല്ലാതെ നാളെ മുതല് ദുൽഖറിന്റെ തോളത്ത് കൈയിട്ട് ഡയറക്ടർ അങ്ങനെ ഒരു ഇതില്ല പുള്ളി. അപ്പോ അങ്ങനത്തെ സൗഹൃദങ്ങള് ഇത് നമ്മളെല്ലാം കാണുന്നുണ്ടും. ഇപ്പൊ ഈ ലോകയുടെ എല്ലാ ഡിസ്കഷനും ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രയോ കാലമായി കണ്ടിട്ടുള്ള ഒരു മെയിൽ സൂപ്പർ ഹീറോ, മെയിൽ സ്റ്റാർ എന്നുള്ളത്, അത് നേരത്തെ തന്നെ പറഞ്ഞു, അവിടെ ഒരു ഫെമിനൈൻ നെഗറ്റീവില് ഒരു ഫീമെയിൽ സൂപ്പർ ഹീറോ, അതിൻ്റെ ഒരു ഗ്രാൻഡ് സക്സസ്. മലയാളത്തിലെ തന്നെ എല്ലാ 200 crore അങ്ങനെ സക്സസ് ചെയ്യുമ്പോഴും
ഇത് അങ്ങനെ ഒരു ഗെയിം ചേഞ്ചർ എന്നുള്ള ആ രീതിയിൽ കൂടി വരുന്നുണ്ട്. അതിൽ കല്യാണി എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ ഒരു എഫേർട്ട് അത് തന്നെ ചന്തു തന്നെ പല സ്ഥലത്തും വരുന്നുണ്ട്. ആ നിലയിൽ കൂടി ഇതിനെങ്ങനെ ലോക എങ്ങനെ കാണുന്നത്? ലോക ആക്ച്വലി ഞാൻ ക്യൂവിന്റെ തന്നെ മറ്റേ പഴയ വേറൊരു പാർട്ടിലാണ് ലോക പ്രൊമോഷന്റെ സമയത്തുള്ള അതിൽ പറഞ്ഞത്, എൻ്റെ അടുത്ത് ആരോ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതൊരു പെണ്ണിനോട് ചെന്ന് പുള്ളിക്കെതിരെ വിട്ടിട്ട് അടിച്ച് തകർക്കെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അത് നമ്മള് അതായത് ഇപ്പൊ സിനിമയിൽ നമ്മൾ ചെയ്യുന്നത് ചെയ്യണ്ടെങ്കിൽ അതായത് ക്ലീഷ ആയിപ്പോണ്ടൊരു സാധനമാണ്. ലൈക്ക് എന്താ, ഒരു ക്യാരക്ടർ വന്ന് ആ സമയത്ത് ഹെൽപ്പ് ചെയ്യുക, ക്യാമിയോസ് പ്ലേസ് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ. ഇപ്പൊ പ്ലേസ് ചെയ്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പാക്ട് ഒരുപക്ഷെ ഉണ്ടായിരുന്നായിരിക്കാം തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുമ്പോ. തിയേറ്ററിൽ ഇമ്പാക്ട് ഉണ്ടായിരിക്കാം ഒരു ക്രൂഷ്യൽ ഘട്ടത്തിൽ സേവ് ചെയ്യാൻ വരുന്ന ഒരാളായിട്ട് പ്രസന്റ് ചെയ്തിരുന്നെങ്കിലും. അപ്പൊ അത് അവർക്ക് അതിനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിപ്പോ വേറൊരു ഭാഷയിലാണ് എനിക്കറിയില്ല, ചിലപ്പോ ഇത് ഇങ്ങനെ പോസിബിൾ ആയിരിക്കും എന്നുള്ളത്. കാരണം ഒരു സ്റ്റാർ വരേണ്ട സമയമുണ്ട്. വേണം എന്ന് ആൾക്കാർ ഒരാൾ വരണം രക്ഷിക്കണം തോന്നുന്ന സമയത്ത് സ്റ്റാർ വരുന്നതും, അത് ഒരു സ്ത്രീയെ രക്ഷിക്കാനായിട്ട് ഒരാള് വരണം എന്നൊരു സാധനത്തിൽ വരുന്നതും ക്ലീഷേ സാധനമായിരിക്കും. പക്ഷെ അതായിരിക്കും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുക. അതാണല്ലോ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഇവിടെ. അപ്പൊ അത് ബ്രേക്ക് ചെയ്തത് ലോകയുടെ ഒരു, കാരണം അങ്ങനെ വലിയ ആവശ്യമുള്ള സമയത്തൊന്നുമല്ല. അതാ ചന്ദ്ര എങ്ങനെ വേണേലും രക്ഷപ്പെട്ടേക്കാം എന്നുള്ള സാധനം. ചന്ദ്രയെ ഇപ്പൊ റിവീൽ ചെയ്യാൻ ചാത്തന്റെ ക്യാരക്ടർ ടോബി ചെയ്ത ചാത്തന്റെ ക്യാരക്ടർ ചോദിക്കുന്നുണ്ട് ചന്ദ്രയുടെ അടുത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഡീൽ ചെയ്തോളാം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ അത് പിന്നെ ഇവന് നസ്ലിൻ മറ്റേ ബ്ലഡ് പാക്കറ്റ് ഇട്ട് എറിഞ്ഞു കൊടുക്കുന്ന ആ ഇതാണെങ്കിലും ഭയങ്കര എന്താ, ഇന്നസെന്റ് എന്നല്ലല്ലോ വാക്ക് പറയുന്ന, ഒട്ടും ഒരു കഴിവുകളും ഇല്ലാത്ത ഒരാളാണ്. അത് ആരാണെങ്കിലും അതൊരിക്കലും ഒരു ആൽഫ മസ്കുലിൻ പരിപാടി അല്ല. അവനെ കൊണ്ട് ആവും വിധത്തിലാണ് സഹായിക്കുന്നത്. അണ്ണാൻ കുഞ്ഞും തന്നാലായെന്ന് പറയുന്ന പോലെ അവനെ കൂടെ എന്താണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അതാണ് അവൻ ചെയ്യുന്നത്. അല്ലാതെ അവൻ വലിയൊരു ഹീറോയിസം ഒന്നും കാണിക്കുന്നില്ല. അതൊക്കെ അത് ചെയ്യാനായിട്ട് നസ്ലിൻ കാണിച്ചൊരു ഇതും അവന് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ പറ്റില്ല, എനിക്ക് വേറൊരു രീതിയിൽ ചെയ്യാം എന്നൊക്കെ പറയാറുണ്ട്. അത് പിന്നെ എന്താ ഇപ്പൊ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരിക്കലും ഒരാള് ചിന്തിക്കില്ല ഇതിന്റെ ഒരു ഫസ്റ്റ് എന്താ നമ്മളൊരു വലിയൊരു വേൾഡ് ബിൽഡ് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പൊ അത് എന്താ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫെമിനിസ്റ്റുകളെ സപ്പോർട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ടല്ല ചെയ്തതല്ലത്. അത് വേണ്ട എന്നുള്ള രീതിയിൽ ചെയ്ത സിനിമയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്താ ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് ഒരിക്കലും ഇതിനകത്ത് ഒരു ഫെമിനിസ്റ്റ് പരിപാടി ഇതിനകത്ത് പറയുന്നില്ല. ഭയങ്കര ഓപ്പൺ ആയിട്ട് ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ടും പറയുന്നില്ല. അതൊരു സ്ത്രീയുടെ കഥ പറയുമ്പോൾ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഒരിക്കലും ചന്ദ്ര മറ്റേ വലിയ ഡയലോഗുകൾ അത് സ്ത്രീയാണ് അതാണെന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് ഒന്നും പറയുന്നില്ല. വലിയ സ്റ്റേറ്റ്മെന്റുകളും ചന്ദ്ര നടത്തുന്നില്ല സിനിമയിൽ. അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഭയങ്കര സട്ടിലായിട്ട് പറയുന്നതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി കണക്ട് ചെയ്ത് വരുമ്പോ ശരിക്കും ഇതൊരു ഒരു ഫെമിനിസ്റ്റ് മൂവി ആയി. ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ള സാധനത്തിന്റെ രീതിയിൽ ഇത്തരത്തിലൊരു സിനിമ ചെയ്യാനായിട്ട് ദുൽഖർ കാണിച്ച ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ധൈര്യം തന്നെ പറയാം. വേണമെങ്കിൽ ടൊവിനെ വെച്ച് ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങായിരുന്നു. ചന്ദ്ര പിന്നെ സെക്കൻഡ് ചാപ്റ്റർ ചന്ദ്ര ആക്കാമായിരുന്നു. കാരണം അങ്ങനെയാണല്ലോ നാട്ടു നടപ്പ്. കാരണം അത് അത്തരത്തിലൊരു വലിയ സിനിമ ചെയ്യുമ്പോ ഒരു ഫീമെയിൽ ലീഡ് എന്നുള്ള രീതിയിൽ എനിക്കൊന്നും ഇത് തന്നെ ആയിരിക്കില്ല. ഫീമെയിൽ ലീഡിൽ ബഡ്ജറ്റ് മുടക്കിയ സിനിമ ഇതായിരിക്കും ചിലപ്പോ. മറ്റ് ഇപ്പൊ ഈ രുദ്രമദേവി അങ്ങനെ മഹാനടിയൊക്കെ ഉണ്ടെങ്കിലും ഫീമെയിൽ ലീഡ് സൂപ്പർ ഹീറോ പരിപാടിയായിട്ട് വലിയ ബഡ്ജറ്റ് മുടക്കാന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അതും ദുൽഖറിന്റെ ഒരു ഭയങ്കര ഒരു ക്വാളിറ്റി ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ഈ ഇപ്പൊ ചെന്നൈ ആണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും ദുൽഖർ തന്നെ പറഞ്ഞ പോലെ പുള്ളി ഞാൻ അഭിനയിച്ചിട്ടില്ല, പക്ഷെ ഞാനൊരു സ്കൂൾ ടീച്ചറെ പോലെ കൊണ്ടുപോവാണ് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ടീമിനെയൊക്കെ മുന്നിലേക്ക് പുള്ളി പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത്. ശരിക്കും ദുൽഖർ സൽമാൻ പ്രസൻസ് എന്നുള്ളത് ശരിക്കും എല്ലാ അർത്ഥത്തിലും സംഭവിച്ചൊരു സിനിമ തന്നെയാണല്ലേ. ഇതിന്റെ നിങ്ങളുടെ പോസ്റ്റ് റിലീസ് ട്രാവൽ ആണെങ്കിൽ പോലും അത് ആക്ച്വലി എനിക്ക് ദുൽഖറായിട്ട് വലിയൊരു സൗഹൃദമുള്ള ആളൊന്നുമല്ല. പണ്ട് ദുൽഖറിനെ നമ്മുടെ പ്രൈവറ്റ് ലൊക്കേഷൻ കാണാൻ പോയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അവിടെ തീരുന്നു.
പിന്നെ എനിക്ക് ദുൽഖർ മമ്മൂക്കയുടെ മകനാണ്. കാരണം മമ്മൂക്ക എനിക്ക് വല്ല പ്രിയപ്പെട്ട വളരെ വേണ്ടപ്പെട്ട ആളാണ്. സൂപ്പർ ഹീറോ ആണ് എന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ മകനാണ് ദുൽഖർ. അപ്പൊ ഞാനൊരു ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്തു, എനിക്ക് ദുൽഖറിന്റെ നമ്പർ ഒന്നുമില്ല, എനിക്ക് ദുൽഖറിനെ വിളിക്കാനായിട്ട് എന്റെ അടുത്ത് നമ്പർ ഒന്നുമില്ല, പുള്ളി എന്നെ വിളിക്കാറില്ല, ഞാൻ അങ്ങോട്ട് വിളിക്കാറില്ല. അത് ദുൽഖർ കേട്ടു. ആ ഇന്റർവ്യൂ ദുൽഖർ കണ്ടിട്ട് ദുൽഖർ എന്റെ അടുത്ത് വന്നിട്ട്, നിന്റെ അടുത്ത് എനിക്ക് കാര്യം സംസാരിക്കാൻ കേട്ടോ, നീ എന്താ എന്നെ വിളിക്കാത്തത്, നിന്റെ അടുത്ത് എന്താ നമ്പർ ഇല്ലാത്തെന്ന് ചോദിച്ചു. അത് പ്രശ്നമായത്. അല്ല പ്രശ്നമല്ല, നിനക്ക് എന്നെ വിളിച്ചൂടെ? അപ്പൊ ഒരു സൂപ്പർ സ്റ്റാർ, ഒരു പാനിന്റെ സൂപ്പർ സ്റ്റാർ എന്റെ അടുത്ത് ചോദിക്കാം, നിനക്ക് എന്നെ വിളിച്ചൂടെ, എനിക്ക് മെസ്സേജ് അയച്ചൂടെ? അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നതാണല്ലോ, പക്ഷെ അങ്ങനെയല്ല. അത് ദുൽഖറിന് നമ്മളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ദുൽഖർ ഒരു എസ് ആയിരിക്കും തിരിച്ചയക്കുന്നത്. നമ്മളെന്തെങ്കിലും ഒരു കാര്യം ദുൽഖർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുൽഖർ അതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് തിരിച്ചയക്കും. ഞാൻ പോലും എന്റെ സുഹൃത്തുക്കൾക്ക് അത്ര വലിയൊരു റിപ്ലൈ കൊടുക്കാറില്ല, പക്ഷെ ഇദ്ദേഹം അത് വ്യക്തമായിട്ട് എല്ലായിടത്തും, അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇപ്പൊ ഞാൻ പറയുന്നത് എന്റെ പുതിയ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബെസ്റ്റി എന്നാണ് വിളിക്കുന്നത്. അത് അത്തരത്തിൽ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, അത് അയാള് ഈ സിനിമയെ മൊത്തത്തിലാണ് അതങ്ങനെ കൊണ്ടു നടന്നിരുന്നത്. അപ്പോ അത് ഒരു എന്താ സക്സസ് ഉണ്ടായി കഴിഞ്ഞപ്പോ വന്നൊരു പരിപാടിയല്ല. അതിപ്പോ ലൊക്കേഷനിലാണെങ്കിലും നമുക്ക് എന്ന് പറഞ്ഞൊരു എന്താ, ഇപ്പൊ എനിക്കും കുര്യനും ഒരു ക്യാരവൻ ഉണ്ട്, പക്ഷെ നമ്മളത് ഉപയോഗിക്കാറില്ല. അത് വേറെ കാര്യം, നമ്മളെല്ലാവരും ഒരുമിച്ചൊരു ക്യാരവനിലായിരിക്കുള്ളൂ. അങ്ങനെ ഒരു ക്യാരവൻ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ അത്തരത്തിലുള്ള ടേക്ക് കെയറിങ് ആണെങ്കിലും ഇപ്പൊ എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും, അതായത് ദുൽഖർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണെന്ന് പ്രൊഡക്ഷൻ, അതായത് ദുൽഖർ ഞങ്ങൾ ഇമ്മാരെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് അറിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ളൊരു ഇത് പ്രൊഡക്ഷനിൽ തന്നെ ഒരു ഇതുണ്ട്. അത് നമുക്കും കിട്ടും, ദുൽഖറിനോട് പറയലേട്ടോ എന്ന് പറയുന്നത്. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അയാൾ അത്രയ്ക്ക് കെയർ ചെയ്യുന്നുണ്ട്. വേറൊരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈദരാബാദ് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ പ്രോഗ്രാം കഴിഞ്ഞ, അപ്പൊ ഞാൻ ഒരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഈ ജാക്കറ്റ് ചൂടായതുകൊണ്ട് ഞാനത് ഊരി വെച്ചു. വണ്ടി കയറാൻ നേരത്ത് ദുൽഖർ എന്നോട് ചോദിക്കുക, ജാക്കറ്റ് ഇവിടെ ഉണ്ട്. ഞാൻ ജാക്കറ്റ് മറന്നുപോയല്ലോ എന്ന് പറഞ്ഞു. അത് അയാൾക്ക് വല്ല കാര്യമുണ്ട് എന്റെ ജാക്കറ്റ് ഓർത്തിരിക്കണ്ട. ഞാൻ വണ്ടി കയറുന്നതിന് ജാക്കറ്റ് എടുത്തിട്ടില്ല എന്ന് പുള്ളിക്ക് മനസ്സിലായി. പുള്ളി അത് കാണിച്ചത്, ജാക്കറ്റ് അവിടെ പൊടിച്ചിട്ടോ, ജാക്കറ്റ് എടുത്തിട്ടോ. അങ്ങനെ ഞാൻ പോയി ജാക്കറ്റ് എടുത്തിട്ട് ഞാൻ ആദ്യം കയറുന്നു. ഞാൻ എന്ത് കാര്യം ഇരിക്കുന്നു പുള്ളിക്ക് അത് അങ്ങനെ പറയേണ്ടത്. കാരണം അത്ര അത് ഒരിക്കലും നമ്മളത് ഫോഴ്സ്ഡ് ആയിട്ട് നമ്മളത് കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതല്ല, അത് നാച്ചുറലി വരുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ളൊരു ഈ സിനിമയെ ആ പുള്ളി അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ടുള്ളത്, മുമ്പിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഒരു പ്രൊഡ്യൂസറുടേതായ കാര്യങ്ങളൊക്കെ എന്താ ഇപ്പോ അത്തരത്തിലുള്ള പ്രൊഡ്യൂസറുടെ വരേണ്ട കുറെ പേടികളുണ്ടല്ലോ, അത് ഒബ്വിയസ്ലി വരും. ഇത്രയും കോടികൾ മുടക്കിയിട്ടുള്ള ഇതാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് ഉണ്ടാവും, കാരണം അത് ആളൊരു മനുഷ്യനാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാലും ഈ സിനിമയെ വളരെ എന്താ ആത്മാർത്ഥമായിട്ട് കൊണ്ടായിട്ടുള്ള ഒരാളാണ് ദുൽഖർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്കറിയാം അത് അവസാന ഘട്ടം വരെ പുള്ളി പുള്ളിയുടെ മാക്സിമം സിനിമയ്ക്ക് വേണ്ടി മാത്രം, അതായത് ബിസിനസ് മാറ്റി വെച്ചിട്ട് സിനിമയ്ക്ക് വേണ്ടി ലാസ്റ്റ് മിനിറ്റിൽ ഗതികേട് കൊണ്ടാണ് പുള്ളി പറഞ്ഞത് ഇന്ന് റിലീസ് ചെയ്യണം പടം എന്നുള്ളത്. അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഇതിന് വേണ്ടിയിട്ട് സമയം കൊടുക്കാനോ എല്ലാത്തിനൊക്കെ ആയിട്ട് പുള്ളി മാക്സിമം പുള്ളിയുടെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇന്ന് ഇത് റിലീസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് വലിയൊരു നഷ്ടം സംഭവിക്കും എന്നുള്ളത് ആ ഒരു സ്റ്റേജിൽ മാത്രം പുള്ളി ഇത് റിലീസ് ചെയ്യണം എന്നുള്ള കാര്യം പോലും പറഞ്ഞിട്ടുള്ളൂ. എനിക്കറിയാവുന്ന, ഞാൻ ഡൊമിനിക്കൻ്റെ ക്ലോസ് ആയതുകൊണ്ട്, കാരണം അത്തരത്തിലുള്ള പ്രൊഡ്യൂസറാണ് ദുൽഖർ ഒരിക്കലും. അപ്പൊ അത് പുള്ളി നമ്മളെ കൊണ്ടുപോയി പ്രസന്റ് ചെയ്യാണ്. വെങ്കി അട്ലൂരി, നാഗശ്വിൻ, വംശി, അങ്ങനെ ഒരുപാട് ആൾക്കാര്, ഇത്ര ആൾക്കാരൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ ഈ വെങ്കി അട്ലൂരിയൊക്കെ വന്നിട്ട് എന്റെ അടുത്ത് പറയാണ്, ഞാൻ മറ്റു സിനിമ ഭയങ്കര ചെയ്യാന്നിട്ടോ എന്നൊക്കെ പറയണം നമ്മളോട്. നാഗശ്വിൻ ഷിബിനെ പറ്റി പറഞ്ഞു, ഷിബിൻ മറ്റേ നോബൽ റോൾ ചെയ്ത ഷിബിൻ. അപ്പൊ ഇത്ര എക്സ്പോഷർ കിട്ടുന്നതിന്റെ മെയിൻ കാരണം കണ്ടന്റ് മാത്രമല്ല, ദുൽഖറിന്റെ ഇതുണ്ട്, ദുൽഖർ ഇത് പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളൊരു സാധനമുണ്ട്. അത് ദുൽഖറിനെ ഒറ്റയ്ക്ക് പോയി നിന്നാ മതി ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ. ഒരിക്കലും നസ്ലിന്റെയോ കല്യാണിയുടെയോ എന്റെയോ കുര്യന്റെ ഒന്നും ആവശ്യമില്ല അവിടെ. തെലുങ്കിൽ ദുൽഖർ പോയി നിന്ന് പ്രൊമോട്ട് ചെയ്താൽ മതി, പ്രൊഡ്യൂസർ എന്ന രീതിയിൽ അയാൾക്ക് അത് മാത്രം ചെയ്താൽ മതി. പക്ഷെ നമ്മളവിടെ കൊണ്ടുപോകുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എക്സ്പോഷറിന്റെ ഒരു 10%, 20%, 50% നമുക്കും കൂടെ കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ്. എന്റെ അടുത്ത് ഇപ്പൊ ഞാൻ
ഞാൻ അവിടെ തെലുങ്ക് പ്രൊമോഷന് പോയി എന്നിട്ട് ഞാൻ ഒരു ഫണ്ടിന് വേണ്ടിട്ട് നമ്മുടെ സുമാ മാം ആയിരുന്നു ആങ്കർ. പുള്ളിക്കാരത്തി മലയാളിയാണ്. പുള്ളിക്കാരത്തിയുടെ ഞാൻ ചെന്ന് സ്റ്റേജിൽ കയറി ചെന്നോടനെ ഞാൻ പറഞ്ഞത് എന്നെ രക്ഷിക്കണം, എനിക്ക് തെലുങ്ക് അറിഞ്ഞൂടാ, ഇംഗ്ലീഷ് തപ്പിത്തപ്പിയേ പറയുള്ളൂ എന്നാണ് ഞാൻ പുള്ളിക്കാരത്തിയുടെ ആദ്യം പറയണത്. പുള്ളിക്കാരത്തി ഒന്ന് പേടിക്കണം, ഞാൻ ചോദ്യം ചോദിച്ചോളാം എനിക്ക്, അപ്പൊ നീ അതിന് റിപ്ലൈ തന്നാന്ന് പറഞ്ഞു. ഓക്കെ രീതിയിൽ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവിടെ പാട്ട് പാടിയായിരുന്നു. പക്ഷെ അത് കണ്ടിട്ട് തന്നെ വേറെ ലാംഗ്വേജ് എന്നുള്ള ഡയറക്ടേഴ്സ് ആ പാട്ട് പാടിയത് കണ്ടിട്ട് വിളിച്ച് ഒരു കഥ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ അതൊക്കെ എന്ന് വെച്ചാൽ ദുൽഖർ തന്നൊരു എക്സ്പോഷറാണ്. അല്ലാതെ നമ്മളൊരു സ്റ്റേജിൽ പോയി പാട്ട് പാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ വിളിക്കില്ല. അത് കണ്ടിട്ട് അങ്ങനെ വിളിക്കുന്നത് പാട്ട് പാടാൻ വേണ്ടി വിളിക്കണല്ല, പക്ഷെ അത് കണ്ടിട്ട് എന്തോ ഒരു ഇത് അവർക്ക് തോന്നിയത് കൊണ്ട് അവര് വിളിക്കുന്ന, അങ്ങനെ സംസാരിക്കുന്ന, അങ്ങനെ ചർച്ചകളിലേക്ക് ഞാൻ പോകുന്നു, അങ്ങനത്തെ മീറ്റിങ്ങുകൾക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഫ്ലൈറ്റ് കയറി ഒരു മീറ്റിങ്ങിന് പോവാന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. അത് ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളാ. അതൊക്കെ ഉണ്ടാവുന്നതൊക്കെ ആ ഒരു പ്രൊഡ്യൂസറുടെയും കൂടി ഇതാണ്. ഈ ഇപ്പം മഞ്ഞുമൽ ഇത് പറയുന്നത് ഇപ്പം ചിദംബരത്തിന്റെ കൂടെ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കൂടി വർക്ക് ചെയ്യാൻ തീരുമാനിച്ചൊരു സംഗതി ഉണ്ടല്ലോ, ബാലനില് അങ്ങനെ ഡയറക്ഷൻ പാർട്ടിൽ കൂടി ഉണ്ട്. അത് ആ ഡിസിഷൻ എങ്ങനെ വന്നതാ ശരിക്കും? ആ ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ആ തീരുമാനം എടുക്കുന്നത്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിരുന്നു. അപ്പോ ഇവന് ചിദംബരം വരെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇതിന്റെ ഒരു പ്രൈം പീരീഡ് ആണ്, ബഡ്ഡിങ് ആക്ടറാണ്, ഇതിലൊരു ബ്രേക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പാടായിരിക്കുള്ളൂ എന്ന് ചിതു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചിതു വേറെ ആൾക്കാരുടെ അടുത്ത് കൺസേൺ ആയിട്ടും പറഞ്ഞിട്ടുണ്ട്. ശ്രീരാഗാരുടെ അടുത്താണെങ്കിലും ചിതു അത് പറഞ്ഞിട്ടുണ്ട്. ചിതു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്നതിൽ കൺസേൺ പ്രകടിപ്പിക്കാത്ത ആളാ. എന്നോടൊരിക്കലും ചിതു വന്നിട്ട് ഞാൻ ചിതു, എനിക്ക് തോന്നുന്നു ചിതു കാരണമാണ് ഞാൻ മഞ്ഞുമ്മലിലേക്ക് ഇന്നാവുന്നത്. ആ സൗഹൃദ വലയത്തിലേക്ക് ഇന്നാവുന്നതിന്റെ മെയിൻ റീസൺ ചിതു ആയിരുന്നു. കാരണം ബാക്കി എല്ലാവരും സ്റ്റാർസാ. ഞാൻ ആദ്യം ചെല്ലുമ്പോ ഫസ്റ്റ് ടൈം ഞാൻ മഞ്ഞുമ്മലിന്റെ ടീമിലേക്ക് ചെല്ലുമ്പോ ബാക്കി എല്ലാവരും സ്റ്റാർസ് ആണ്. ഗണു ആണെങ്കിലും ബാക്കി അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും സ്റ്റാർസാ. ചിദംബരം മാത്രമാണ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടായിരുന്നത്. അന്ന് അയാള് മാറിയിരിക്കുവായിരുന്നെങ്കിൽ ചിലപ്പോ, പക്ഷെ അയാൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള സാധനം മനസ്സിലായി. കാരണം ഗണുവൊക്കെ ആയിട്ട് ബോണ്ടാണ്, ഞങ്ങൾ സൗഹൃദം ഇല്ലാത്ത ആൾക്കാർ, അറിയാത്ത ആൾക്കാരാണ് ഞങ്ങൾ ആരും. അവരുടെ സൗഹൃദത്തിലേക്ക് എത്താനായിട്ട് കുറച്ച് സമയം എടുക്കും. പക്ഷെ ചിതു അത് എന്നെ മനസ്സിലായി. ചിതുവാണ് എൻ്റെ അടുത്ത് സംസാരിക്കുള്ളായിരുന്നു ആ സമയത്ത്. അവിടെ ഓഫീസിൽ പോയിരിക്കുമ്പോഴാണ് ചിതുവാണ് കൂടുതൽ എന്നോട് സംസാരിക്കുന്നത്. എന്തൊക്കെ വിശേഷം, വീട്ടിലെന്താ, അതൊക്കെ ചിതുവാണ് ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് കണക്ഷൻ കിട്ടാനുള്ള മെയിൻ റീസൺ ചിതുവും കൂടിയാണ്. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയൊരു സൗഹൃദം ഉണ്ടായിട്ടില്ല എന്നാണ്. സൗഹൃദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോറോവർ എനിക്ക് ചിതു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഗുരുനാഥൻ, ഭയങ്കര റെസ്പെക്ട് ആണ്. എനിക്കൊരിക്കലും ചിതുവിന്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെ, അതായത് ഒരു സുഹൃത്തിനെ പോലെ ഗണുവിനോട് ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് ഒരിക്കലും ചിതുവിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. പണ്ട് ഒരു സാഹചര്യം ഉണ്ടായിരുന്ന പറ്റുന്ന, പക്ഷെ പിന്നെ എനിക്ക് റെസ്പെക്ട് കൂടിയ പിന്നെ എനിക്ക് അങ്ങനെ അത്തരത്തിലുള്ള, ഇപ്പൊ എനിക്ക് മനീഷയുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം നമ്മള് സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു തരുന്ന റെസ്പെക്ട് ഉണ്ടല്ലോ നമ്മള്. ഇപ്പൊ എന്റെ അച്ഛന്റെ അടുത്ത് എത്രയൊക്കെ വന്നാലും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള സാധനം ഉണ്ടല്ലോ, ഭയങ്കര ഫ്രീ ആയിട്ട്. അപ്പൊ അത് എനിക്ക് ചിതുവിന്റെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ചിതുവിന്റെ അടുത്ത് എപ്പോഴും എനിക്ക് പോയിട്ട് അങ്ങോട്ട് പോയിട്ട് എല്ലാം എനിക്ക് ചിതുവിന്റെ എന്ത് പറയാനും ഒരു ചെറിയൊരു പേടിയുണ്ട്. അപ്പോ അങ്ങനെ നിൽക്കുന്ന ചിതു നമ്മുടെ കാര്യത്തിൽ ഭയങ്കര കൺസേൺഡ് ആണ്. ആദ്യം ചില കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് ചോദിക്കും, നമ്മളെ ഒറ്റയ്ക്ക് ഉള്ളപ്പോഴേക്ക് ചിലപ്പോൾ ചോദിക്കുള്ളൂ. എനിക്ക് തോന്നുന്നു എന്റെ ഇപ്പൊ ഈ സിനിമയിലേക്ക് വന്നതിന് ശേഷം ഇത്ര വലിയ കുറെ പ്രശ്നങ്ങൾ അതൊക്കെ നടന്ന് അതിന് ശേഷം എൻ്റെ അടുത്ത് ഒരു ദിവസം ചിതു ചോദിച്ചായിരുന്നു, നീ ഓക്കെ ആണോന്ന് ചോദിച്ചായിരുന്നു. അതെന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയി പോയി ആ സമയത്ത്. കാരണം എൻ്റെ അടുത്ത് ഒരാള് ഓക്കെ ആണോന്ന് ചോദിച്ചിട്ട് കുറെ നാളായി. അപ്പൊ അങ്ങനത്തെ ഒരു ഡയറക്ടറാണ് എനിക്ക് ചിതു. ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അയാള് ഒരു സിനിമ ചെയ്യാൻ പോകുന്നു, അതൊരു മെയിൻ റീസൺ ആണ്. അയാളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷൈജു ഖാലിദ്, ജിത്തു മാധവൻ, വിവേക് ഹർഷൻ, ഇത്തരത്തിലുള്ള ആളുകളാണ്. അയാൾ KVN പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞൊരു, അതിൽ സതീശൻ അങ്ങനത്തെ ഉള്ള പ്രൊഡ്യൂസേഴ്സ് KVN പ്രൊഡക്ഷൻസിന്റെ ഭാഗമാകുന്നു. അതായത് ഈ ഒരു വലിയൊരു കോംബോ ഇനിയൊന്നും ഒരുമിച്ച് വരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊരു ക്ലാസ് ആയിരിക്കും എന്തൊക്കെ ചെയ്താലും. അതായത് സിനിമ ഫുള്ള് വർക്ക് ചെയ്യണമെന്നല്ല, പക്ഷെ ഇതൊരു ക്ലാസ് ആയിരിക്കും എപ്പോഴും. എങ്ങനെയൊക്കെ ഏത് ആംഗിളിൽ നോക്കിയാലും ഇതൊരു ക്ലാസ് ആണ്. അതൊരു റീസൺ ആണ്. പക്ഷെ ഈ ലോകയുടെ ഒക്കെ ഇമ്പാക്ട് വരുന്ന ഒരു ഗംഭീര ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ബ്രേക്ക് ഉണ്ടാവാൻ എന്താ, ആക്ടിങ് വേറൊരു കരിയർ ആണല്ലോ. അതെ,
അല്ല, ഗംഭീര ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ചർച്ചകൾ നടക്കുന്നുണ്ട് ഓരോ സ്ഥലത്ത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. അപ്പൊ അതെന്തെങ്കിലും ഓണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം സിധുവിന്റെ പറഞ്ഞിട്ടുള്ള നീ പൊക്കോളം ഏത്, കാരണം സിധു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില്, നീ നോക്കിക്കോ, നീ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോ നിനക്ക് വേറെ എവിടെന്നെങ്കിലും കോള് വരും, നിനക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കോള് നിനക്ക് വരും എന്ന് പറഞ്ഞു. അങ്ങനെ കോളുകൾ വരുന്നുണ്ട് ഇപ്പൊ. അതൊരു എന്താ അവിടെ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ എനിക്ക് ഡയറക്ഷനിൽ എഴുത്തിലൊക്കെ താല്പര്യം ഉള്ളതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും, നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ നോക്കി പഠിക്കുന്നതും, ലാൽ ജോസ് അങ്കിള് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൂരെ നോക്കി നിന്നിട്ട് സിനിമ പഠിക്കാൻ പറ്റില്ല. അങ്ങനെ പഠിച്ചവരുണ്ട്, അങ്ങനെ പഠിച്ചവരുണ്ട്, അങ്ങനെ പഠിക്കാൻ പറ്റുന്നവരുണ്ട്. പക്ഷെ ആ പഠിക്കുന്നതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം എനിക്കറിയില്ല. പക്ഷെ അവിടെ നമ്മള് ഇപ്പൊ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ, ഇപ്പൊ ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് സിനിമ സെറ്റിൽ പോവാണെങ്കിൽ എനിക്ക് പഠിക്കാം. എനിക്കൊരിക്കലും അസിസ്റ്റന്റ് ഡയറക്ടറിന് ആവശ്യമില്ല, എനിക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ പൃഥ്വിരാജ് അങ്ങനെയാണ് പഠിച്ചതെന്ന് പുള്ളി പറയുന്നുണ്ട്. ഓരോ സിനിമകളിൽ അവിടെ പോയി ഡൗട്ട് ചോദിക്കുമായിരുന്നു എന്നൊക്കെ. പക്ഷെ ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ഒരു ആർട്ടിസ്റ്റിനോടാ. ആർട്ടിസ്റ്റിനുള്ള മറുപടിയാ. പക്ഷെ അത് ഞാൻ എഡിക്ക് ആ മറുപടി വേറെയാണെന്ന് മനസ്സിലാക്കിയത് ഞാൻ എഡിയായപ്പോഴാണ്. പിന്നെ എഡിയുടെ ലൈഫും ഞാൻ മനസ്സിലാക്കിയത്, പക്ഷെ മറ്റേ നമ്മൾ കാണുമ്പോ ഇവര് ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ലൈഫ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയതും, ആ സൗഹൃദങ്ങള് എന്താണെന്ന് മനസ്സിലാക്കിയതും, അതായത് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ അവിടെ ജോലി ചെയ്യാൻ വരുന്നതാ. അപ്പൊ ഒരു ആർട്ടിസ്റ്റ് ക്യാരവനിൽ നിന്ന് നോക്കി കാണുന്നതും ഒരു ആർട്ടിസ്റ്റ് താഴെ ഇറങ്ങി നോക്കി കാണുന്നതിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. എന്റെ അടുത്ത് ഷൈജുക്ക് തമാശക്ക് ചോദിച്ചതാ, തനിക്ക് ഇന്റെ വല്ല ആവശ്യമുണ്ടോ, ഞാൻ വെയിലത്തേക്ക് കണ്ടിട്ട്, തനിക്ക് ഇന്റെ വല്ല ആവശ്യമുണ്ടോ, തനിക്ക് ക്യാരവനിൽ ജ്യൂസ് കുടിച്ചാൽ പോരെന്ന് ചോദിച്ചു. അപ്പൊ അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു, ശരിയാ, ക്യാരവനിൽ ജ്യൂസ് കുടിച്ചാൽ മതിയായിരുന്നു, ഈ വെയിൽ കൊള്ളേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പറഞ്ഞു. എടിപ്പണി ഭയങ്കര പാടുള്ള പണിയാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വ്യത്യാസമായിരിക്കും എന്തൊക്കെയാലും. പിന്നെ വെച്ചാൽ ബാലനിൽ വന്നതിന് ശേഷം ഒരുപാട് ഈ സമയം, അതായത് എഴുതാൻ സമയം കിട്ടി. അങ്ങനെ ഞാനൊരു 2 സ്ക്രിപ്റ്റിന്റെ പകുതി അങ്ങനെ എഴുതി വെച്ചു. പിന്നെ എനിക്ക് സിനിമ ചർച്ച ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എന്റെ ചുറ്റുമുള്ളത്. പുതിയ പുതിയ കഥകൾ വരാൻ തുടങ്ങി. ചർച്ചകൾ ചെയ്യുമ്പോൾ ഇരുന്ന് സിനിമ കണ്ടിട്ട് പിന്നെയും ചർച്ച ചെയ്യുമ്പോൾ വേറെ വേറെ കഥകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അത് ചോദിക്കാനായിട്ടൊരാള്, അങ്ങനെ പിന്നെ ധൈര്യം, ഒരാളോട് കഥ പറയാനുള്ള ധൈര്യം, അതായത് വലിയൊരാളോട് കഥ പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായി. ഇത് വേറെ ഇപ്പൊ ചീഫ് അസോസിയേറ്റ് ബാലൻ, ബിനുചേട്ടൻ, ബാലൻ ചീഫ് അസോസിയേറ്റ് ആണ്. ശ്രീരാഗേട്ടൻ ഞാൻ ഒരുമിച്ച് താമസിക്കുന്നത്. ബിനുചേട്ടൻ ഇപ്പൊ അവിടെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ട് പ്രീ പ്രൊഡക്ഷൻ ഫ്ലാറ്റില്. അപ്പൊ ബിനുചേട്ടനോട് സംസാരിക്കുമ്പോ, ബിനുചേട്ടൻ സതീഷ് അങ്കിളിന്റെ അസോസിയേറ്റ് ആയിരുന്നു, ചിതുവിന്റെ അസോസിയേറ്റ് ആണ്. അപ്പോ ആ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അയാളോട് സംസാരിക്കുമ്പോൾ കിട്ടുന്നത് എല്ലാവർക്കും ശ്രീരാഗനോട് സംസാരിക്കുമ്പോൾ കിട്ടുന്നത്. ഇത് രണ്ട് സ്ഥലം, ഇത് നമുക്ക് ഒരു സ്ഥലത്ത് കിട്ടുക. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടുക, അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അത് ബാലനിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന എക്സ്പീരിയൻസ് അല്ല. എനിക്ക് ഒരിക്കലും സ്ക്രിപ്റ്റിങ്ങിന്റെ ഭാഗമാകാൻ പറ്റില്ല, പ്രീ പ്രൊഡക്ഷന്റെ ഭാഗമാകാൻ പറ്റില്ല. ഞാൻ ആർട്ടിസ്റ്റ് ആണ്, ഇവരെ സുഹൃത്താണെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എനിക്ക് കയറി ചെല്ലാൻ പറ്റില്ല. അവിടെ എനിക്ക് സ്ഥിരം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, കഥകൾ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, നമുക്കുള്ള സംശയങ്ങൾ ജിതുവിനോട് പറയാൻ പറ്റില്ല. ജിതു നമുക്ക് തിരിച്ച് നമുക്ക് പറഞ്ഞു തരും, എന്താണ് ഇത് കഥയിൽ ഒരു ലൂപ്പ് ഹോൾ ആണല്ലോ ജിതുവിന്റെ അടുത്ത് പറഞ്ഞിട്ട് ജിതു പറയും നമുക്കിത് ഇങ്ങനെ ചെയ്താലോ. അതൊരിക്കലും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് കിട്ടില്ല, അത് പ്രീ പ്രൊഡക്ഷൻ സമയത്ത് അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു നമുക്ക് ചിന്തിക്കാനും സംസാരിക്കാനും ഉള്ള ഒരു സാധനം വന്നു. അത് അവിടെ നിന്ന് കിട്ടിയത്, ബാലനിൽ നിന്ന് കിട്ടിയതൊരു ഇതാണ്. പിന്നെ ഒരുപാട് സൗഹൃദങ്ങൾ, പുറത്തുള്ള സൗഹൃദങ്ങൾ. ബാലൻ എന്ന് പറഞ്ഞൊരു ഭയങ്കര ഒരു KVN ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരെല്ലാം വേറെ വേറെ സ്ഥലങ്ങളിലുള്ള ആൾക്കാരാ. ബോംബെയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, പഞ്ചാബിൽ നിന്നുള്ള ആളുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. റാം എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ നമ്മുടെ പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുന്ന ആളുണ്ട്, രജിത്ത് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്, കസാൻ ഉണ്ട്. ഇവരൊക്കെ വേറെ വേറെ സ്ഥലങ്ങളിലുള്ള ആൾക്കാരാ. അപ്പൊ ഞാൻ റാമിനോട് തമിഴ് സംസാരിക്കും, കസാനോട് ഇംഗ്ലീഷ് സംസാരിക്കും, കസാന ഹിന്ദി സംസാരിക്കുന്നത്, കസാനോട് ഇംഗ്ലീഷ് സംസാരിക്കും. രജിത്തിനോടെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കാം. ഹിന്ദി ഞാൻ ഇതുവരെ സംസാരിക്കാത്തൊരു ലാംഗ്വേജാ. 8ാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് നിർത്തിയതാ. ഹിന്ദി പഠിപ്പ് അവസാനിച്ചു. ഹിന്ദി എനിക്ക് ഇഷ്ടമല്ലാത്ത ലാംഗ്വേജാ. അപ്പോ ഹിന്ദി രജിത്തിനോട് സംസാരിക്കുമ്പോഴാണ് ഫ്രീ ആയിട്ട്, ഒരു സുഹൃത്തിനോട് സംസാരിക്കുമ്പോഴേ, ഈ ഹിന്ദി സുഹൃത്തുക്കളില്ല നമുക്ക്, ഇയാളോട് സംസാരിക്കുമ്പോഴാണ് തെറ്റുണ്ടെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, കോൺഫിഡൻസ് ഉണ്ടാവൂല. അപ്പൊ അത് ഹിന്ദിയൊക്കെ സംസാരിക്കുമ്പോന്ന് വെച്ചാൽ
അതൊക്കെ ഒരു വലിയ ഇതാണ്. കാരണം റാം തമിഴ് സംസാരിക്കുന്നു, രജിത്ത് ഹിന്ദി സംസാരിക്കുന്നു, അവരോട് ഇങ്ങനെ സംസാരിക്കുന്നു. ഇടയ്ക്ക് എനിക്ക് ഇത് മിക്സ്ഡ് ആവും. രജിത്തിനോട് തമിഴ് സംസാരിക്കും, ഞാൻ റാമിനോട് ഹിന്ദി സംസാരിക്കും. അങ്ങനെയൊക്കെ അതൊക്കെ ഒരു എന്താ അത് എനിക്ക് ശരിക്കും ആ AD ആയിട്ട് ജീവിച്ചിരുന്ന സമയത്ത് ഭയങ്കര ഒരു ഇതായിരുന്നു. ശരിക്കും സിനിമ എല്ലാ തലത്തിലും എക്സ്പീരിയൻസ് ചെയ്യാല്ലേ ഇപ്പൊ ചന്തു അല്ലേ? അതിന്റെ ഒരു സാധ്യമായി. എന്തായാലും ഇത് തുടർന്നുള്ള ജേണി ഗംഭീരമാവട്ടെ. ലോക അല്ലെങ്കിൽ മഞ്ഞുമല്ലിന് തുടർച്ചയിൽ ലോകം ഉണ്ടാക്കിയ ഈ ഒരു വലിയൊരു ഇമ്പാക്ട് കരിയറിലും തുടരാനാവട്ടെ. അപ്പോൾ അടിപൊളി സിനിമ അഭിനയത്തിലൂടെയും വരട്ടെ, അടിപൊളി സിനിമ എഴുത്തിലൂടെയും സംവിധാനത്തിലൂടെയും സംഭവിക്കട്ടെ. താങ്ക് യു.